അവൻ തല കുത്തി നിന്നാലും നമ്മുടെ ടെൻഡറൊന്നും കൈക്കലാക്കാൻ പോകുന്നില്ല. അങ്കിളെന്തിനാ വെറുതെ ടെൻഷനാവുന്നത്? റൂമിലേക്ക് കയറി ശേഖരനെ നോക്കി അയാൾ കേൾക്കാത്ത വിധം ബാക്കിയുള്ളവരോടായി ഒരഹങ്കാരത്തോടെ അജു പറഞ്ഞു. എതിർവശത്ത് ശിവരുദ്ധായതുകൊണ്ട് ലേശം കറിയെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് ഒഴിച്ചുകൊണ്ട് അനി അവന് മറുപടി കൊടുത്തു. പിന്നെ ഏട്ടൻ ഇതെന്ത് കണ്ടിട്ടാ? ഒരുത്തനെ തല്ലി തോൽപ്പിക്കുന്നത് പോലെയാണോ ബിസിനസ്? അജു ചൊടിയോടെ ചോദിച്ചു. തല്ലി തോൽപ്പിക്കുന്നതല്ലല്ലോ അജു, അവൻ US പഠിപ്പിച്ചത്. നീ ഈ പറഞ്ഞ ബിസിനസ്സല്ലേ? അനി ഒരു ചിരിയോടെ അജുവിനെ നോക്കി ചോദിച്ചു. ഓ, അതിപ്പോൾ അത്ര വലിയ കാര്യമാണോ? ഞാനും ഇവനും ഏട്ടനുമൊക്കെ അത് തന്നെയല്ലേ പഠിച്ചത്? അജു തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ ചോദിച്ചു. എല്ലാവരും പഠിച്ചതൊക്കെ അത് തന്നെയാണ്. പക്ഷേ വാശി വെച്ചാൽ പഠിക്കാത്ത കാര്യം വരെ പെർഫെക്റ്റായി ചെയ്യുന്നവൻ പഠിച്ച കാര്യം ചെയ്യാനിറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു തർക്കത്തിന് ഞാനില്ല എന്ന പോലെ അനി അവർക്കിടയിൽ നിന്നും കഴിച്ചെണീച്ചു. ഇക്കാര്യത്തിൽ ഞാനും അനിയേട്ടൻ്റെ സൈഡാണ് കേട്ടോ അജു. കാരണം നിങ്ങളെപ്പോലെയല്ല, കുറുക്കൻ്റെ ബുദ്ധിയാണ്. സകല അടവും അവൻ്റെ കയ്യിൽ കാണും. സോ ഒന്ന് കരുതുന്നത് നല്ലതാണ്, അല്ലേ അബി? കൈ കഴുകി സോഫയിലേക്ക് ഇരിക്കുന്ന അനിയെ ഒന്ന് നോക്കി തൻ്റെ പ്ലേറ്റിലെ അപ്പം നുള്ളി കഴിച്ചുകൊണ്ട് താനും അബിയെ നോക്കി. തീർച്ചയായും. അബിയും ഒരു ചിരിയോടെ അത് ശരിവെച്ചു. അച്ഛനും മക്കളും എന്ത് വേണമെങ്കിലും ആയിക്കോ. അവൻ നിങ്ങളോട് വഴക്കിന് വരാത്ത പക്ഷം നിങ്ങളും അവനോടൊന്നിനും പോകണ്ട. എനിക്കത്രേ പറയാനുള്ളൂ. സുഭദ്രാമ്മ എല്ലാവരെയും നോക്കി കട്ടായം പോലെ പറഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാതെ റൂമിലേക്ക് നടന്നു. പോകുന്നതിനിടെ യാമിയെ നോക്കി ഒരു ചിരിയോടെ അവളെ മെല്ലെ ഒന്ന് തലോടുകയും ചെയ്തു. അല്ല കുഞ്ഞോളെ, നാട് തെണ്ടി നടക്കാൻ നിന്റെ വക്കീലിന് രുദ്രനെ കൂട്ടുകിട്ടില്ലല്ലോ. ഇനിയെങ്കിലും അവൻ കോടതിപ്പടി ചവിട്ടുമോ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ താൻ കുഞ്ഞോളെ നോക്കി ചോദിച്ചു. ഏട്ടൻ്റെ കമ്പനിയിൽ തന്നെ സച്ചുവച്ചനും പോകുന്നുണ്ട്. അവിടുത്തെ ലീഗൽ അഡ്വൈസറാ സച്ചുവച്ചൻ. ഇന്നു വരെ കാണിക്കാത്തൊരു ചൂടിയോടെ തനുവിനെ നോക്കി കുഞ്ഞോള് പറഞ്ഞതും എങ്ങോട്ടോ പോകാനായി ഒരുങ്ങിയിറങ്ങിയ ശേഖരൻ അത് കേട്ടു. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് രണ്ടാളും അല്ലേ? ശേഖരൻ അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. കുഞ്ഞോളൊന്നും മിണ്ടാതെ പെട്ടെന്ന് തല കുനിച്ചു നിന്നു. മത്സരത്തിന് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തുടക്കമാണ്. ആവേശമൂത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ശരിക്കും ആലോചിച്ച് വേണം ചെയ്യാനെന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ ചെക്കനോടും പുന്നാര ഏട്ടനോടും. ഒരു ഉപദേശം പോലെ കുഞ്ഞോളെ നോക്കി പറഞ്ഞുകൊണ്ട് ശേഖരൻ പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ യാമിയെ സൗമ്യമായൊന്നും നോക്കാനും മറന്നില്ല. ഒരു 10 മിനിറ്റ് ഞാനും വരാം അച്ഛാ. അബി തിരക്കിട്ട് എഴുന്നേറ്റ് കൊണ്ട് അച്ഛന് പിന്നാലെ ചെന്ന് പറഞ്ഞു. വേണ്ട, നീ കമ്പനിയിലേക്ക് പോ. എന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യേ. പിന്നെ അടുത്ത മാസത്തേക്ക് നമ്മൾ വെച്ച ടെൻഡറുകളിൽ ഏതെങ്കിലും ടെൻഡറിൻ്റെ പ്രപ്പോസൽ രുദ്രൻ്റെ കമ്പനിക്ക് പോയിട്ടുണ്ടോയെന്നും ഇൻവിറ്റേഷൻ അവർ അപ്സെറ്റ് ചെയ്യുന്നുണ്ടോയെന്നും ഒക്കെ നോക്കി വ്യക്തമാക്കി അന്വേഷിക്കണം. ഒന്നും വിട്ടുപോകരുത്. അബിയെ നോക്കിയൊരു നിർദ്ദേശം പോലെ ശേഖരൻ പറഞ്ഞതും അബി അനുസരണയോടെ തലയാട്ടി. ഏട്ടൻ ഇന്ന് ഓഫീസിലേക്കില്ലേ? അച്ഛൻ അവിടുന്ന് പോയതും അബി അകത്തേക്ക് തന്നെ വന്ന് സോഫയിൽ ഇരുങ്ങുന്ന അനിയെ നോക്കി പറഞ്ഞു. പിന്നല്ലാതെ. അനി അവനെ നോക്കി പറയുന്നതിനൊപ്പം അവിടെ നിന്ന് എഴുന്നേറ്റു. അജുവോ? അബി അജുവിനെ നോക്കി. എനിക്കൊന്നും ഇല്ലില്ല, നിങ്ങൾ വിട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങ് വന്നോളാം. അജു അവൻ്റെ റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. കണ്ടോ, എന്ത് സന്തോഷത്തോടെ കഴിക്കാനിരിക്കുന്നതായിരുന്നു എല്ലാവരും. ഇപ്പോൾ ആരെയും മര്യാദയ്ക്ക് വേറെ നിറച്ചെന്തെങ്കിലും കഴിച്ചോ? ഇല്ല, എല്ലാം ആ കുരുത്ത കെട്ടവൻ കാരണമാണ്. യാമിയെ നോക്കി തെല്ലൊരു ചൂടിയോടെ പറഞ്ഞുകൊണ്ട് സരസ്വതിമ്മ അടുക്കളയിലേക്ക് നടന്നു. യാമി ഒരു നിശ്വാസത്തോടെ അവിടെ അങ്ങനെ നിന്നുപോയി. വാ കഴിക്കാം. അവളുടെ ആ ഭാവം കണ്ടൊരു ചിരിയോടെ കുഞ്ഞോൾ അവളെ കഴിക്കാൻ വിളിച്ചു. ശരിക്കും ഇവിടെ എന്തൊക്കെയാ പ്രശ്നം? യാമി തമാശ കലർന്നൊരു ചിരിയോടെ കുഞ്ഞോളെ നോക്കി ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെയുള്ള കസേരയിൽ വന്നിരുന്നു. ഏട്ടനും അച്ഛനും തമ്മിൽ വഴക്കിലാണ്. അബേട്ടനും അജുവേട്ടനും അനിയേട്ടനും അച്ഛനൊപ്പം എല്ലാത്തിനും ഉണ്ടാവും. ശിവേട്ടൻ ഇതിലൊന്നും ഇടപെടില്ല. ഇതൊക്കെ എനിക്കറിയൂ. കൂടുതലൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കുഞ്ഞോളൊരു ചിരിയോടെ യാമിയോട് പറയുന്നതിനൊപ്പം യാമിക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവളുടെ പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്തു. അൻവി ആരോടും ചോദിച്ചില്ലേ എന്നിട്ട്? യാമി ചോദ്യഭാവത്തിൽ അവളെ നോക്കി. എന്ത്? ഇത് തന്നെ, ശിവയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം. അമ്മയോടും അബേട്ടനോടും ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലയെന്നാ അവർ പറഞ്ഞ്. സച്ചുവേട്ടനോട് ചോദിച്ചില്ലേ? സച്ചുവേട്ടൻ അൻവിയോടെല്ലാം പറയുമല്ലോ. പറയും, പക്ഷേ ഇത് മാത്രം നീ അറിയണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി നിർബന്ധിച്ചിട്ടും പറയില്ലാന്ന് തന്നെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോദ്യവും നിർത്തി. കുഞ്ഞോളൊരു നിസ്സഹായ ഭാവത്തിൽ യാമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി. പ്രശ്നം എന്താണെന്നറിയാൻ യാതൊരു വഴിയുമില്ലെന്നറിയ യാമിയും ഒരു നെടുവീർപ്പോടെ മൂളി. അല്ല, അതൊക്കെ പോട്ടെ, യാമിൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ പോണ്ടേ? നമുക്കിപ്പോൾ പോയാലോ? കുഞ്ഞോളൊരു ഉത്സാഹത്തോടെ ചോദിച്ചു.
ഇപ്പോഴോ? ഏയ് ഇപ്പോൾ വേണ്ട, യാമി ഒരു വല്ലായ്മയോടെ പറഞ്ഞു. അതെന്താ? ഞാൻ പാറുവിനോട് പറഞ്ഞിട്ടുണ്ട് തയ്ക്കാനുണ്ടെന്ന്. ഇന്നവൾ ക്ലാസ്സിൽ പോകില്ല, വരാൻ പറഞ്ഞതാ, കുഞ്ഞോള് പറഞ്ഞു. ഇന്നെനിക്ക് വയ്യ അൻവി, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോകാം. അത്യാവശ്യമുള്ളതൊന്നും അല്ലല്ലോ. യാമി വേണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ അത്യാവശ്യമല്ലാതെ അമ്മ ഇന്നലെ തന്നെ തയ്ച്ചു മേടിക്കാനല്ലേ പറഞ്ഞത്. യാമിക്ക് വയ്യെങ്കിൽ ഞാൻ പോയി തയ്പ്പിച്ചു കൊണ്ടുവരാം. ഡ്രസ്സ് എടുത്ത് താ, അൻവി സ്നേഹത്തോടെ പറഞ്ഞു. ഇവിടെ തയ്യൽ മെഷീനൊന്നുമില്ലേ? ഉണ്ടെങ്കിൽ ഞാൻ തന്നെ തയ്ച്ചേനെ, യാമി പിന്നെയും മടിയോടെ പറഞ്ഞു. യാമിക്ക് തയ്ക്കാനറിയോ? കുഞ്ഞോൾ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ഉണ്ടെങ്കിൽ പഠിക്കാലോ. അവളുടെ മുഖത്ത് അറിയാതൊരു ചൊടി വന്നു പോയി. പാറു തയ്ച്ചതൊന്നും ഇഷ്ടമായില്ലേ യാമിക്ക്? കുഞ്ഞോളൊരു സങ്കടത്തോടെ യാമയെ നോക്കി. അല്ലെങ്കിലും എനിക്കും ആ പെണ്ണ് തയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല. യാമിക്ക് എന്തെങ്കിലും തയ്ക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അവളുടെ കയ്യിൽ കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. നമ്മളിന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകില്ലേ? അപ്പോൾ ആടെയുള്ള ആ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാം. അതാകുമ്പോൾ നമ്മൾ പറഞ്ഞ മോഡലിൽ തയ്ച്ചു തരും. അവരുടെ അടുത്തേക്ക് വന്ന താനും യാമയോടുള്ള കുഞ്ഞോളുടെ ചോദ്യം കേട്ട് ഒരഭിപ്രായം പോലെ പറഞ്ഞു. ഇന്ന് ഒരു തവണ നമുക്ക് അവിടെ കൊടുത്തു നോക്കാം അൻവി. കുഞ്ഞോളുടെ മുഖത്തെ വല്ലായ്മ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് യാമി കഴിച്ച പ്ലേറ്റുമായി അവിടെ നിന്നും കിച്ചണിലേക്ക് നടന്നു. എന്തോ തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത തന്നോട് അത്രയും വെറുപ്പുള്ള പാറുവിൻ്റെ അടുത്തേക്ക് ഇനിയും തൻ്റെ ഒരാവശ്യം പറഞ്ഞു പോകാൻ യാമിക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാ കുഞ്ഞോളുടെ മുഖത്തെ ആ വല്ലായ്മയെ അവൾ കണ്ടില്ലെന്ന് നടിച്ചത്. ഹോ, ഇപ്പോഴെങ്കിലും എനിക്ക് കൂട്ടായ ഒരാളെ ഈ വീട്ടിൽ നീ തന്നല്ലേ ഈശ്വര, താങ്ക്സ്. കിച്ചണിലേക്ക് പോയ യാമിയെ നോക്കി വാടിയ മുഖത്തോടെ ഇരിക്കുന്ന കുഞ്ഞോളെ നോക്കി നിറഞ്ഞൊരു ചിരിയോടെ താന് പറഞ്ഞു. അത് കേട്ടതും കുഞ്ഞോളുടെ മുഖം കൂടുതൽ വാടിപ്പോയി. യാമി, പെട്ടെന്ന് വാ. വൈകിട്ട് അമ്പലത്തിലേക്ക് ഒരുങ്ങിയിറങ്ങിയ താന് യാമിയുടെ റൂമിലേക്ക് നോക്കി അല്പം ശബ്ദത്തിൽ വിളിച്ചു. സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ടാണ് അവളുടെ നിൽപ്പ്. അവൾ മാത്രമല്ല, സുഭദ്രാമ്മയും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുഞ്ഞോള് വന്നില്ലേ താനു? സുഭദ്രാമ്മ ചോദിച്ചു. ഇല്ല അമ്മേ, അൻവി. അമ്മയോട് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ താനു കുഞ്ഞോളോട് ഉറക്കെ വിളിച്ചു. ഇളം നില നിറത്തിലുള്ള ഒരു സാരിയിൽ അധികം ഒരുക്കങ്ങളില്ലാതെ എന്ന് ഏറെ തിളക്കമുള്ളൊരു മുഖത്തോടെ കുഞ്ഞോള് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. യാമിമോൾ ഒരുങ്ങിയില്ലേ കുഞ്ഞോളെ? സുഭദ്രാമ്മ അവളോട് വിളിച്ചു ചോദിച്ചു. യാമി. കുഞ്ഞോള് യാമിയുടെ ഡോറിൻ്റെ മെല്ലെ തട്ടി വിളിച്ചതും യാമി അവളുടെ ഒരുക്കം കഴിഞ്ഞ് പെട്ടെന്ന് വാതിൽ തുറന്നിരുന്നു. കരിമ്പച്ച നിറത്തിൽ യാതൊരു വർക്കോ ഒന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളൊരു സാരിയാണ് യാമിയുടെ വേഷം. ഇന്ന് വരെ ഇല്ലാത്തൊരു ഭംഗിയും അതിലേറെ ഒരു പക്വതയും ഒക്കെ ഇപ്പോൾ അവളെ കണ്ടപ്പോൾ അൻവിക്ക് തോന്നി. യാമിക്ക് സാരി എടുക്കാനൊക്കെ അറിയോ? കുഞ്ഞോളൊരു കുഞ്ഞതിശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. പിന്നെ അറിയാതെ, യാമി അവളെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ കാണുമ്പോൾ പേരൊന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഏട്ടത്തീന്ന് വിളിച്ചാലോ? അൻവി ഒരു ചിരിയോടെ ചോദിച്ചു. അയ്യേ, അത്രയ്ക്ക് പ്രായം തോന്നുന്നുണ്ടോ? യാമി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് താഴേക്കിറങ്ങി. അയ്യോ, അങ്ങനെയല്ല. ഇങ്ങനെ ഈ വേഷത്തിൽ കണ്ടിട്ടിട്ട് ഏട്ടത്തി എന്ന് ബഹുമാനത്തോടെ വിളിക്കാൻ തോന്നുന്നു. പ്രായമല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു മാറ്റം ഉള്ളതുപോലെ. അതാ ഞാൻ പറഞ്ഞത്. അൻവി പെട്ടെന്ന് അവളുടെ മനസ്സിലെ തോന്നൽ വിശദീകരിച്ചു. ആ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നീ എന്നെ പേര് തന്നെ വിളിച്ചാൽ മതി. ഏട്ടത്തി എന്നൊക്കെ പഴഞ്ചൻ വിളിയാണ്. യാമി ഒരു തമാശ പോലെ പറഞ്ഞുകൊണ്ട് താഴേക്ക് വന്നതും അവളെ കണ്ട് സുഭദ്രാമ്മയുടെ കണ്ണുകളും ഒന്ന് തിളങ്ങി. പിന്നെ എന്തോ ഓർത്ത പോലെ റൂമിലേക്ക് പോയി എന്തൊക്കെയോ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്തു. സാരിയൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ആഭരണങ്ങൾ കൂടി വേണം. ആ കൈ ഇങ്ങ് നീട്ടിയേ. യാമയുടെ കൈ പിടിച്ചു നീട്ടിക്കൊണ്ട് കുറച്ച് വളകൾ അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തുകൊണ്ട് സുഭദ്രാമ്മ പറഞ്ഞു. അയ്യോ, ഇതൊന്നും വേണ്ടമ്മേ, ഞാനിങ്ങനെയൊന്നും ഇടാറേയില്ല. വല്ലാത്ത പൊറുതികേടാ, യാമ വല്ലായ്മയോടെ പറഞ്ഞു. ആ, കുറച്ചു നേരം ഇത്തിരി പൊറുതി കേടട്ടെ. സുഭദ്രാമ്മേ, വിവാഹമോ ആരും അറിഞ്ഞില്ല. കാണുമ്പോഴെങ്കിലും നാട്ടുകാർക്ക് പുതുപ്പെണ്ണാണെന്ന് തോന്നണ്ടേ? അടുക്കളയിൽ നിന്നും അവർക്ക് അടുത്തേക്ക് വന്ന സരസ്വതിയമ്മ യാമയെ നോക്കി ഒന്ന് പറഞ്ഞു. ഒപ്പം തന്നെ കഴുത്തിലെ താലിമാല എടുത്ത് എല്ലാവരും കാണും വിധം പുറത്തേക്ക് എടുത്തിട്ടു. ഈ മാലയൊട്ടും കാഴ്ചയ്ക്കില്ലല്ലോ. നമുക്ക് പുതിയൊരു മാല വാങ്ങി താലിയിലേക്ക് മാറ്റിയിടണം, അല്ലേ അമ്മേ? യാമയുടെ കഴുത്തിലെ നൂല് പോലെ നേർത്ത ആ താലിമാല പിടിച്ചു നോക്കിക്കൊണ്ട് തനു പറഞ്ഞു. ഏയ്, അത് വേണ്ട, ഇത് മതി. എനിക്കിതാ ഇഷ്ടം, ഇത് മാറ്റണ്ട. യാമ ഒരു പിടച്ചിലോടെ താലിയിൽ പിടി മുറുക്കിക്കൊണ്ട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഈ താലി അതവൻ്റെ കൈ കൊണ്ട് തൻ്റെ കഴുത്തിൽ കെട്ടിയതാണ്. ഇനി അത് മാറ്റി കെട്ടുമ്പോൾ അത് വേണ്ട. അവളുടെ ഹൃദയം ഒരു പിടപ്പോടെ പറഞ്ഞു. ഇത് ഒത്തിരി ലൈറ്റല്ലേ യാമേ? താനും പിന്നെയും ചോദിച്ചു. ഇത് മതി, യാമി അത് തന്നെ പറഞ്ഞു.
അല്ലമ്മോ. സുഭദ്രാമ്മ എന്തു പറഞ്ഞു വന്നതും പുറത്തു നിന്നും ഒരു കാറിൻ്റെ ഹോൺ മുഴങ്ങിക്കേട്ടു. ഹാ, അഭി വന്നു. സരസ്വതി, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. സുഭദ്രാമ്മ സരസ്വതിയമ്മയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. തൊട്ടു പിന്നാലെ യാമയും കുഞ്ഞോളും തനുവും. ആനയേട്ടൻ വന്നില്ലേ അഭി? കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് സീറ്റിലേക്കിരിക്കെ തനു അഭിയോട് ചോദിച്ചു. ഇല്ല ഏട്ടത്തി, ഏട്ടൻ ബിസിയാ. നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും എത്താന്ന് പറയാൻ പറഞ്ഞു. ആ, എത്തില്ലെങ്കിൽ കൊല്ലും ഞാൻ. മര്യാദയ്ക്ക് ചുരിദാർ ഇടാൻ നിന്ന ഞാനാ. എന്നെക്കൊണ്ട് ഇതെല്ലാം വലിച്ചിടിപ്പിച്ചിട്ട് വരാതിരിക്കട്ടെ. തനു ചുടിയുടെ പിറുപിറുത്തതും അഭിയടക്കം കുഞ്ഞോളും യാമയും ചിരി അടക്കിയിരുന്നു. യാമയും കുഞ്ഞോളും തനുവും ബാക്ക് സീറ്റിനും സുഭദ്രാമ്മ അഭിക്കൊപ്പം മുൻപിലുമാണ് ഉള്ളത്. ഒത്തിരി നാൾക്ക് ശേഷമാണ് യാമ അമ്പലത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരനോടുള്ള നന്ദിയും പരാതിയും പരിഭവവും എല്ലാം ഏറെയായിരുന്നു. യാമി സിന്ദൂരം തൊടാറില്ലേ? പ്രസാദത്തിൽ നിന്നും ഒരൽപ്പം ചന്ദനം തൊട്ട് നെറ്റിയിൽ തൊടെ തനു അവളോട് ചോദിച്ചു. ഇല്ല. യാമയുടെ സ്വരം നേർത്തുപോയി. എനിക്കും ഇഷ്ടമല്ല. പക്ഷേ ആനയേട്ടന് നല്ല ഇഷ്ടമാണ് സിന്ദൂരം തൊടുന്നത്. പിന്നെ അമ്മയും പറയും സിന്ദൂരം തൊടുന്നത് ഭർത്താക്കന്മാരുടെ ദീർഘായുസിന് വേണ്ടിയാണെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ഞാനും അങ്ങ് ശീലിച്ചു അത്. യാമയെ നോക്കി ഒരു ചിരിയോടെ പറയുന്നതിനൊപ്പം തൻ്റെ സിന്ദൂരരേഖയിൽ ഒരു നുള്ളു സിന്ദൂരം ചാർത്തി. യാമി എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നുപോയി. ഒന്ന് തൊട്ടു നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ശിവ കണ്ട ചിലപ്പോൾ ഇന്നത്തെ വഴക്കിന് അത് തന്നെ മതിയാകും. വേണ്ട, വെറുതെ എന്തിനാ? യാമി ആലോചനയോടെ മുന്നോട്ട് നടന്നു. തനിക്ക് സാരി നന്നായി ചേരുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് തൊട്ടരികിൽ നിന്നും അഭിയുടെ ശബ്ദം വന്നത്. ആലോചനയിൽ നടന്നിരുന്ന യാമി ചെറിയൊരു ഞെട്ടലോടെ അവനെ മുഖം ഉയർത്തി നോക്കി. തനിക്കൊപ്പം ചെറു ചിരിയോടെ നടന്നു വരുന്ന അഭി. അത് ഞാനും പറഞ്ഞേട്ടാ, നല്ല ഭംഗിയുണ്ട് സാരിയിൽ. അവർക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞോളും പറഞ്ഞു. തനുവും സുഭദ്രാമയും അല്പം മുന്നിലാണ് നടക്കുന്നത്. യാമി അവരെ നോക്കിയൊന്ന് ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടില്ല. ഏട്ടത്തി. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു വിളി. 3 പേരും ഒരുമിച്ച് തന്നെ വിളി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. കടും നീല നിറത്തിലുള്ളൊരു പട്ടുപാവടയും ഉടുത്ത് നിറഞ്ഞ ചിരിയോടെ അവർക്ക് അടുത്തേക്ക് ഓടി വരുന്ന പാറുവിനെ കണ്ടതും അബിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങിയെങ്കിൽ യാമയുടെ മുഖം ഇരുണ്ടുപോയി. യാമി മെല്ലെ അവരാരും ശ്രദ്ധിക്കാത്ത വിധം അവർക്കിടയിൽ നിന്നും പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ചിരിയോടെ ഓടി വന്നവളുടെ മുഖം മെല്ലെ മാങ്ങുന്നത് കണ്ടപ്പോഴാണ് അബി അതിന് കാരണം തിരക്കിയത്. അധികം നോക്കേണ്ടി വന്നില്ല. അമ്മയുടെ മേട്ടത്തീരെയും അടുത്തേക്ക് നടന്നു നീങ്ങുന്ന യാമയെ അവൻ കണ്ടു. എന്താടോ, അവളോട് പിണക്കാണോ? അബി ഒരൽപ്പം വേഗത്തിൽ യാമയുടെ അടുത്തേക്ക് നടന്നെത്തിക്കൊണ്ടവൻ ചോദിച്ചു. ഏയ്, എന്ത് പിണക്കം? അങ്ങനെയൊന്നുമില്ല. യാമ ഒരു വരുത്തി തീർത്ത പുഞ്ചിയോടെ അവനെ നോക്കി. പിന്നെന്താ താൻ അവളെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങ് പോകുന്നത്? മുന്നോട്ട് നടന്ന യാമയുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് അബി ചോദിച്ചു. യാമ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തങ്ങൾ നിൽക്കുന്നതിലും കുറേ ദൂരെയായാണ് കുഞ്ഞോളും പാറവും നിൽക്കുന്നത്. ഇപ്പുറം കുറച്ച് മാറി അമ്മയും തനുവും ഉണ്ട്. എടോ, അവൾ ചെറുതല്ലേ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൽ അങ്ങ് ക്ഷമിക്കടോ, അബി സൗമ്യമായി പറഞ്ഞു. ദേഷ്യപ്പെടാൻ മാത്രം അവളൊന്നും പറഞ്ഞില്ല അബിയേട്ടാ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സത്യമാണ്. എനിക്ക് അവളോട് പിണക്കവും ദേഷ്യമൊന്നുമില്ല. പക്ഷെ അടുക്കാനും വയ്യ. യാമി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിൽ നിന്ന് മുന്നോട്ട് നടന്നതും അബി വല്ലായ്മയോടെ പാറുവിനെ ഒന്ന് നോക്കി. അവിടെ കുഞ്ഞോളോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം യാമയിലേക്കാണ് എന്നവൻ ശ്രദ്ധിച്ചു. മുഖത്തൊരു സങ്കടം നിഴലിച്ചിട്ടുമുണ്ട്. അബി, പോകാം. അവരെ നോക്കി നിൽക്കുമ്പോഴാണ് സുഭദ്രാമ്മ വിളിച്ചു ചോദിച്ചത്. അവനൊരു പരുങ്ങലോടെ അമ്മ നിൽക്കുന്നിടത്തേക്ക് നടന്നു. ഇടയ്ക്കൊന്ന് വീണ്ടും കുഞ്ഞോൾ നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തനിക്ക് പിന്നാലെ നടന്നു വരുന്ന കുഞ്ഞോളെയും അമ്പലപ്പടികൾ ഓടിക്കയറി പോകുന്ന പാറുവിനെയും. വൈകിട്ട് 7 മണിയോടെയാണ് അവരെല്ലാവരും അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവരുടെ കാറും ശിവയുടെ കാറും ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയത് ഒരുമിച്ചായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ യാമി കാണുന്നത് ലിയ തുറന്നു കൊടുത്ത ഡോറ് വഴി പുറത്തേക്ക് ഇറങ്ങുന്ന ശിവയെയാണ്. ഇറങ്ങിയ പാടെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് അമ്പലത്തിൽ പോയി വന്നവരെയൊക്കെ അലസമായെന്ന് നോക്കിക്കൊണ്ട് അവൻ വീടിനകത്തേക്ക് നടന്നു. ലിയ ഒരു ചിരിയോടെ യാമയും കുഞ്ഞോളെയും ഒക്കെ നോക്കി നിന്നു. അകത്തേക്ക് വാ മോളെ, കാപ്പി കുടിച്ചിട്ട് പോകാം. സുഭദ്രാമ്മ ഒരു ചിരിയോടെ അവളെ അകത്തേക്ക് ക്ഷണിച്ചതും ലിയ അതേ ചിരിയോടെ അവർക്കൊപ്പം വീട്ടിലേക്ക് കടന്നു. US നിന്ന് എപ്പോഴാണ് താൻ നാട്ടിലേക്ക് വന്നത്? അബി തിരക്കി. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ സർ. ഇങ്ങോട്ട് വരുന്ന കാര്യം പെട്ടെന്നുണ്ടായതാ. എൻ്റെ പപ്പ സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ മാഡം ചോദിച്ച് എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചു. ലീ ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു. അബി അത് കേട്ടൊരു ചിരിയോടെ അവൻ്റെ റൂമിലേക്ക് കയറി. ആനയേട്ടൻ വന്നില്ലല്ലോ അബി.
താനും ഒരു ചൊടിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്കും നടന്നു. ഇപ്പോൾ വരെ ഏട്ടത്തി, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യ്, ട്രാഫിക്കിൽ പെട്ടതാവും, അബി അവളോട് വിളിച്ചു പറഞ്ഞു. ഹായ്, ഇങ്ങനെ പോകുന്നു ന്യൂ ലൈഫ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. യാമിയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ലിയ പറഞ്ഞു. യാമി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എങ്ങനെയുണ്ട് പുതിയ ഓഫീസ്, ഇഷ്ടമായോ? ലിയയെ നോക്കി കുഞ്ഞോള് ചോദിച്ചു. പിന്നെ ഇഷ്ടാകാതെ ഞാൻ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടാണെന്നറിയോ എന്നെ ഇങ്ങോട്ട് അയച്ചേ? ലിയ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. ലിയക്ക് ശിവയെ പേടിയാണെന്നല്ലേ എന്ന് പറഞ്ഞത്, എന്നിട്ടും എന്തേ ഇങ്ങോട്ട് പോന്നു? യാമി സംശയത്തോടെ ചോദിച്ചു. പേടിയൊക്കെ ഉണ്ട്, എന്നാലും രുദ്രൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പേടിയേക്കാൾ കൂടുതലൊരു ഇഷ്ടവും ഉണ്ട്. അവിടെ ഓഫീസിൽ എത്ര എണ്ണത്തിനാണെന്നറിയോ ഇങ്ങോട്ട് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നേ? രുദ്രൻ സാറിന് അത്രയ്ക്ക് ഫാൻസാ അവിടെ. ലിയ ഏറെ ആവശ്യത്തോടെ പറഞ്ഞതും യാമിയുടെ കണ്ണും മുഖവും തെല്ലൊരു ചുടിയോടെ അവളെ നോക്കി. അതേ നിമിഷം തന്നെയാണ് സുമതി ചേച്ചി ലിയക്കുള്ള കോഫിയുമായി അങ്ങോട്ടേക്ക് വന്നത്. ലിയ എവിടെയാ താമസം? കുഞ്ഞോള് ചോദിച്ചു. ഇവിടെ അടുത്തൊരു ഹോസ്റ്റൽ റെഡിയാക്കിയിട്ടുണ്ട് സർ, അവൾ പറഞ്ഞു. യാമി മോളെ, സരസ്വതിയമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. ലിയക്ക് കോഫി കൊടുത്ത ശേഷം സുമതി ചേച്ചി യാമിയോട് പറഞ്ഞു. യാമി മെല്ലെ അവർക്കിടയിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ആണൊരുത്തൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന പെണ്ണുങ്ങളായ ചൂടോടെ ഒരു കപ്പ് ചായ കൊണ്ടു കൊടുക്കണം, എന്നിട്ട് വേറെ എന്തെങ്കിലും വേണമെന്ന് തിരക്കണം. ഇതൊന്നും ചെയ്യാതെ അവിടെ ആ പെണ്ണിൻ്റെ വർത്താനം കേട്ടിരിക്കുക പെണ്ണ്. ഇതങ്ങ് കൊണ്ടുകൊടുത്തേ. ഒരു കപ്പ് ചായ യാമയുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞതും തന്നെ കണ്ടിട്ട് പോലും ഒന്നും നോക്കാതെ പോയവനെ ഇനി അവിടെ ചെന്ന് കാപ്പി കുടിപ്പിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്നോർത്ത് കെറുവോടെ യാമി നിന്നു. നോക്കി നിൽക്കാതെ കൊണ്ടു കൊടുക്ക് പെണ്ണെ. സരസ്വതിയമ്മ അവളെ നോക്കി കണ്ണുരുട്ടി. യാമി മനസ്സോടെ റൂമിലേക്ക് നടന്നു. അല്ലെങ്കിലേ മനസ്സിനൊട്ടും ശരിയല്ല, ഒരു പാറവും ലിയയും. അവൾ അങ്ങേയറ്റം കുശുമ്പോടെ ഡോർ തുറന്ന് റൂമിലേക്ക് കടന്നു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൻ കുളിക്കുകയാണെന്ന് യാമിക്ക് മനസ്സിലായി. കയ്യിലെ കോഫി ടേബിളിൽ വെച്ച് 2 കൈയും സുഭദ്രാമ്മ ഇട്ടുകൊടുത്ത വളകൾ ഊരി മേശവലിപ്പിലേക്കിട്ടു. സാരി മാറണമെങ്കിൽ ശിവ ബാത്റൂമിൽ നിന്ന് ഇറങ്ങണം. ചായക്കപ്പ് തിരികെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടവൾ ക്ഷമയോട് കാത്തിരുന്നു. പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ ഡോർ തുറന്ന ശബ്ദം കേട്ടത്. യാമി മുഖം ഉയർത്തി അവനെ നോക്കിയതും കണ്ടു തല തോർത്തിക്കൊണ്ട് കബോർഡിന് മുന്നിലേക്ക് പോകുന്നവനെ. യാമി ഒന്നും മിണ്ടിയില്ല. സൈഡ് ടേബിളിൽ ചാഞ്ഞുകൊണ്ട് ചായക്കപ്പുമായി അതേ നിർത്തി നിന്നു. പെണ്ണിൻ്റെ ആ നിൽപ്പും ഭാവം ശിവ കണ്ണാടിയിലൂടെ ഒന്ന് നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? നീ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? ഒരു ഷർട്ട് എടുത്തിട്ട് കൊണ്ടവൻ ചൂടിയോടെ ചോദിച്ചു. യാമി ഒരക്ഷരം മിണ്ടാതെ കൂർത്തൊരു നോട്ടം നോക്കി അങ്ങനെ തന്നെ നിന്നു. കണ്ണാടിയിൽ നോക്കി ചീപ്പെടുത്ത് മുടിയും താടിയും ചീകിക്കൊണ്ടിരിക്കുന്നവൻ്റെ കണ്ണുകൾ പിന്നെയും അവളെ ഒന്ന് എത്തി നോക്കി. മൂന്തയും വീർപ്പിച്ച നിൽപ്പ് തന്നെ പെണ്ണ്. എന്താടി മാമി? അവൻ പിന്നെയും അലസമായി ചോദിച്ചു. യാമിയൊന്നും മിണ്ടിയില്ല. ശിവ അവൻ്റെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇതെനിക്കല്ലല്ലോ. യാമിയുടെ കയ്യിലെ ചായ കപ്പിലേക്ക് ചോദ്യഭാവത്തിൽ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. അല്ല, ഇതെനിക്കാ, യാമി ചൊടിയോടെ പറഞ്ഞു. ആ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ എൻ്റെ ഭാര്യ ചമഞ്ഞ് എനിക്ക് കുടിക്കാനുള്ള ചായയുമായാണ് നിൻ്റെ ഈ നിൽപ്പെങ്കിൽ പൊന്നു മോളെ എടുത്ത അപ്പുറത്തെ കണ്ടത്തിലേക്ക് ഒരേറായിരിക്കും ശിവ. പറഞ്ഞില്ലെന്ന് വേണ്ട. യാമിയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ചുണ്ടോട് ചേർത്ത് കൊണ്ടവൻ താഴേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ആ പിന്നെ ഞാൻ വരാൻ വൈകും. ഒരു 12 മണിയാവുമ്പോൾ ആ വാതിലൊന്നും വന്ന് തുറന്നു തരണം, ഓക്കെ? മുന്നോട്ട് നടന്നവൻ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവളോട് പറഞ്ഞു. പിന്നെ നീ വരുന്ന നേരം വരെ കാത്തു നിന്ന് വാതിൽ തുറന്നു തരാൻ ഞാൻ ആരാ നിൻ്റെ? എനിക്കൊന്നും വയ്യ. യാമി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ, എന്നാ നീ തുറന്നു തരണ്ട. ശിവയും അവളുടെ അതേ ചൊടിയോടെ പറഞ്ഞുകൊണ്ട് പടികളിറങ്ങി. നിമിഷങ്ങൾ പിന്നീട് താൻ എന്തിനാണ് അവനോട് വെറുതെ ദേഷ്യപ്പെടുന്നതെന്നോർക്കെ യാമിക്കാകെ അസ്വസ്ഥത തോന്നി. തൻ്റെ സ്വന്തമല്ലെന്ന് ഉറപ്പുള്ളപ്പോഴും എന്തിനു വേണ്ടിയാണ് താനീ പരിഭവിക്കുന്നത്? ഒരിക്കലും തിരികെ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ. യാമയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ശിവ വന്നില്ലല്ലോ. രാത്രി എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന യാമിയെ നോക്കി ശേഖരൻ പെട്ടെന്ന് ചോദിച്ചതും യാമി ഒരു പരുങ്ങലോടെ ഇല്ലെന്ന് തലയനക്കി. ഇവർക്ക് പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ റെഡിയാക്കി തരട്ടെ മോൾക്ക്, അതോ അഭി പറഞ്ഞ പോലെ കമ്പനിയിലേക്ക് വരുന്നോ? ശേഖരൻ അവളെ നോക്കി ഒരഭിപ്രായം എന്നോണം ചോദിച്ചതും പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാത്ത യാമി എന്തും മറുപടി പറയണമെന്നറിയാതെ പരിഭ്രമത്തോടെ അഭിയെ നോക്കി. കമ്പനിയിൽ വന്നോട്ടെ അങ്കിൾ, അതല്ലേ നല്ലത്. പഠിക്കാനാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്റ്റൻസായി ചെയ്യാലോ. അജു അവൻ്റെ അഭിപ്രായം പറയും പോലെ പറഞ്ഞു. എനിക്കും അത് നല്ലതെന്ന് അച്ഛ തോന്നുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാലോ, അഭിയും പറഞ്ഞു. ശേഖരൻ നോക്കുന്നത് പക്ഷേ യാമിയെയാണ്.
എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. യാമി പരിഭ്രമത്തോടെ എന്തോ പറഞ്ഞു വന്നതും അത് കുഴപ്പമില്ല. അഭിയും അജും പിന്നെ ഞാനും ഒക്കെ ഇല്ലേ അവിടെ. പിന്നെ പുറത്തു നിന്നൊരു സ്ഥാപനത്തിലല്ലല്ലോ, നമ്മുടേത് തന്നെയല്ലേ. ഇവിടെ വെറുതെ ഇരിക്കുന്നതിലും നല്ലത് കൂടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ്. അനി ഗൗരവത്തോടെ പറഞ്ഞു. തനിച്ചേച്ചി ഉണ്ടാവുമോ? യാമി വല്ലായ്മയോട് ചോദിച്ചു. ഞാനില്ല മോളെ, എനിക്ക് വയ്യ ഇവരെ പോലെ തല പുകഞ്ഞ് ജീവിക്കാം. മാത്രമല്ല എൻ്റെ തലയിൽ ബിസിനസ്സിന് വേണ്ടി പുകയ്ക്കാൻ മാത്രമൊന്നും ബുദ്ധിയൊന്നുമില്ല. യാമിയുടെ ചോദ്യം കേട്ട് താൻ പെട്ടെന്ന് പറഞ്ഞു. അത് കാര്യം. ആനി പെട്ടെന്ന് ശരിവെച്ചതും അവിടെ എല്ലാവരും ചിരിച്ചുപോയി. എന്ത് കാര്യം? ബിസിനസ് വേണ്ടി പുകയ്ക്കാൻ ബുദ്ധിയില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ പഠിച്ച ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. ആനിയുടെ കയ്യിൽ നല്ലൊരു നുള്ളു കൊടുത്തുകൊണ്ട് അവൾ ചൂടിയോടെ പറഞ്ഞു. മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ഇവർ പറയുന്നു എന്ന് കരുതി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സുഭദ്രാമ്മ യാമയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ ശിവയോടൊന്ന് ചോദിച്ചു നോക്കിയിട്ട്. യാമി ഏറെ വല്ലായ്മയോടെ ശേഖരനെ നോക്കി. അവൻ സമ്മതിക്കില്ല. അഭി അടുത്ത നിമിഷം തന്നെ യാമിയെ നോക്കി ഇല്ലെന്നൊരു തലയാട്ടലോടെ പറഞ്ഞു. അവനോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം. അവൻ നിന്നെ ഭാര്യയായി അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? പിന്നെ ഇപ്പോൾ ഈ തീരുമാനം അത് നിന്റെ മുന്നോട്ടുള്ള ഭാവിയെ തീരുമാനിക്കുന്നതാണ് എന്ന് ഓർത്തിട്ട് വേണം ഒരു തീരുമാനം പറയാൻ. ശരിക്കാലോചിക്ക് എന്നിട്ടൊരു തീരുമാനം പറ. അവൻ്റെ ഇഷ്ടം നോക്കി നിന്നാൽ നീ എവിടെയെങ്കിലും നിന്ന് പോകുകയുള്ളൂ. ഒരു പെൺകുട്ടിയോടുള്ള കരുതൽ പോലെ എന്ന ശിവയെ തരം താഴ്ത്താൻ കിട്ടിയ ഒരു അവസരം പോലെ അജു ആ നിമിഷത്തെ വിനിയോഗിച്ചു. അവൻ പറഞ്ഞതിൽ മോശമായുമൊന്നും ഇല്ലാത്തതുകൊണ്ടും യാമിയോടുള്ള ശിവയുടെ പെരുമാറ്റം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ആരും അവനാ പറഞ്ഞതിനെ എതിർത്തൊന്നും പറഞ്ഞില്ല. ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ താല്പര്യമൊന്നും യാമി നോക്കണ്ട. സ്വന്തം ഇഷ്ടം നോക്കിയാൽ മതി. ആലോചിച്ചിട്ടൊരു തീരുമാനം നാളെ അമ്മയോടോ അഭിയോടോ പറഞ്ഞാൽ മതി. ശേഖരൻ യാമിയെ നോക്കി പറഞ്ഞുകൊണ്ട് കഴിച്ചെണീറ്റു. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ എന്ത് തീരുമാനം എടുക്കാനും എന്നറിയാതെ ആലോചനയിൽ മുഴുകിയ യാമിയിലാണ്. അതേസമയം ശിവയ്ക്ക് ഒരിക്കലും അച്ഛൻ്റെ ഈ തീരുമാനം ഇഷ്ടാവില്ലെന്നും അവൾക്കറിയാം. രാത്രി 11:30 വരെ ശേഖരൻ ശിവ വരുന്നതും കാത്ത് ഹാളിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞതും അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. തന്നോടുള്ള ദേഷ്യമാണ് അവൻ തീർക്കുന്നതെന്ന് അയാൾക്ക് നന്നായി അറിയാം. പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും ഇന്നലെ 10 മണിക്ക് വരാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അയാൾക്ക്. നീയൊന്ന് വിളിച്ചു നോക്ക് ഭദ്രേ അവനെ. ഇല്ലെങ്കിൽ മേലെ ബാൽക്കണി വഴി റൂമിൽ കയറിയിട്ടുണ്ടോയെന്ന് നോക്ക്. റൂമിലേക്ക് കയറിയ രാജശേഖരൻ സുഭദ്രാമ്മയോടായി പറഞ്ഞു. അവൻ വന്നിട്ടില്ല ശേഖരേട്ട. ഞാൻ മോളുടെ ഫോണിൽ വിളിച്ചു നോക്കി കുറച്ചു മുമ്പ്. ശേഖരേട്ടൻ ഒന്ന് കിടക്കാൻ നോക്ക്. മരുന്ന് കഴിക്കുന്നതല്ലേ, ക്ഷീണം കാണും. ഇനിയിപ്പോൾ അവൻ വരുന്നത് കണ്ട നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഈ നേരത്തിനി അവനോടൊരു വഴക്കിന് നിൽക്കണ്ട. സുഭദ്രാമ്മ അയാളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കയറൂരി വിടാനോ? ശേഖരൻ കൂർത്തൊരു നോട്ടത്തോടെ ചോദിച്ചു. അതല്ല ശേഖരേട്ട, നമ്മൾ പറഞ്ഞാൽ അവനത് കേൾക്കില്ലെന്നറിഞ്ഞ് പിന്നെ എന്തിനാ നമ്മൾ? സുഭദ്രാമ്മ ദയനീയതയോടെ ചോദിച്ചു. നമ്മളല്ല, ഞാൻ പറയുന്നത് കേൾക്കില്ല. അങ്ങനെ പറ. ശേഖരൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞതും അവൻ കേൾക്കില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ്. സുഭദ്രാമ്മ പരിഭവത്തോടെ അദ്ദേഹത്തെ നോക്കി. ആര് പറഞ്ഞു? എൻ്റെ പോലെയൊന്നും അല്ല. ഞാനൊക്കെ എൻ്റെ അച്ഛനെയും അമ്മയും അനുസരിച്ചാണ് ജീവിച്ചത്. അല്ലാതെ നിൻ്റെ മോനെ പോലെ ഇങ്ങനെ തോന്നിയ പോലെ അല്ലായിരുന്നു. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. സുഭദ്രാമ്മ ഈ നേരത്തിന് ഒരു തർക്കത്തിന് നിൽക്കാൻ വയ്യെന്ന പോലെ ബെഡ്ഷീറ്റ് തട്ടിക്കൊട്ടി വിരിക്കുന്നതായി ഭാവിച്ചു. എന്തേ, നിനക്കൊന്നും പറയാനില്ലേ? ശേഖരൻ രോഷത്തോടെ അവരെ നോക്കി. ഇല്ല. സുഭദ്രാമ്മ സൗമ്യമായി പറഞ്ഞുകൊണ്ട് മെല്ലെ ഉറങ്ങാനായി കിടന്നു. ഉണ്ടാവില്ല, അതെനിക്കറിയാം. ശേഖരനും ദേഷ്യം മാറാതെ പറഞ്ഞുകൊണ്ട് വാതിലടച്ച് വന്ന് കിടന്നു. സുഭദ്രാമ്മ ഒന്നും മിണ്ടിയില്ല. തർക്കിക്കാൻ നിന്ന ഈ ദേഷ്യം കൂടുകയുള്ളൂ എന്നവർക്കറിയാം. ഉറങ്ങാതിരിക്കാൻ ഫോണിൽ ഓരോ റീലും കണ്ടിരിക്കുകയായിരുന്നു യാമി. ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഉറങ്ങാതെ പിടിച്ചു നിന്നു. 12 മണിയാവുന്നു എന്ന് കാണെ മെല്ലെ റൂമിൻ്റെ ഡോർ തുറന്നിറങ്ങി ആദ്യം തന്നെ നോക്കിയത് താഴെ ഹാളിൽ ശേഖരൻ ഇരിക്കുന്നുണ്ടോ എന്നാണ്. ഇരിക്കുന്നില്ല എന്ന് കണ്ടതും ചെറിയൊരു ആശ്വാസം. ചുറ്റുപാടും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മെല്ലെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. 12 മണിയായിട്ടുണ്ട്. പക്ഷെ ശിവ വന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? വാതിൽ തുറന്ന് മുറ്റത്തേക്ക് നോക്കാനാണെങ്കിൽ ഒരു പേടിയും. അതുകൊണ്ട് വാതിൽ തട്ടുന്നത് വരെ കാത്തിരിക്കാം. യാമി അടുക്കള പടിയിൽ കയറിയിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് വാതിലിൽ മുട്ടുന്നത് കേട്ടത്. ഇരുന്നിടത്തു നിന്ന് അറിയാതെ ഉറക്കം തൂങ്ങിപ്പോയ യാമി ഞെട്ടലോടെ ചുറ്റും നോക്കി. ശിവ ഡോറിൽ വീണ്ടും മെല്ലെയൊന്ന് തട്ടിയതും അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. മുണ്ടും മടക്കി കുത്തി ബ്രൗൺ നിറത്തിലുള്ള ഷർട്ടിൻ്റെ പാതി ബട്ടൺസും തുറന്നിട്ട് വാതിലിൻ്റെ ഒരു സൈഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവൻ. ഡോറും തുറന്ന് പിടിച്ച് മുന്നിൽ നിൽക്കുന്നവളെ കൂർത്ത കണ്ണു മുതൽ
വെളുത്തും മെലിഞ്ഞ കാൽപാദം വരെ ഒന്ന് സൂക്ഷിച്ചു നിന്ന് നോക്കി അവൻ. എന്താ നോക്കുന്നത്? നീ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? യാമി ചോടിയോടെ ചോദിച്ചു. പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒന്നിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ശിവ അവളെ നോക്കി ചിരിയോടെ താടിയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതുപോലെ ഒറ്റൊന്നേ ഉള്ളൂ, അതാ എൻ്റെ മോൻ കാണാത്തത്. അവിടെ കുന്തം പോലെ നിൽക്കാതെ ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ കയറ്. മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞ് യാമി ചൂടിയോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. പക്ഷേ അതൊരു പരിശ്രമമായിരുന്നു. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ലെന്ന പോലെ ഉറച്ചു നിന്നവൻ അവിടെ ആ വലിയിൽ ഒരടി പോലും മുന്നോട്ട് ചലിച്ചില്ല. വെട്ടുപോത്ത്. യാമി അവനെ കേൾക്കെ തന്നെ ചുണ്ടനക്കി. അത് നിന്റെ തന്ത രവീന്ദ്രൻ. ശിവ അതേ ഭാവത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു. ആദ്യം തന്നെ നോക്കിയത് ഹാളിൽ അച്ഛനിരിക്കുന്നുണ്ടോ എന്നാണ്. അതില്ലെന്ന് കണ്ടതും നോട്ടം യാമയിലേക്ക് തന്നെയായി. അവൾ ഡോർ ലോക്ക് ചെയ്യുകയാണ്. ഞാൻ വരുന്ന നേരം വരെ കാത്തിരുന്ന് എനിക്ക് വാതിൽ തുറന്നു തരാൻ നീ എൻ്റെ ആരാടി? കീഴ്ചുണ്ട് കടിച്ചൊരു കളിയാക്കി ചിരിയോടെ അവൻ അവളെ നോക്കി ചോദിച്ചു. നിന്റെ കുഞ്ഞമ്മ. എന്തേ? പോടോ. യാമി കെറുവോടെ പറഞ്ഞുകൊണ്ട് കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്ത് അവനെ കടന്ന് മുന്നോട്ട് നടന്നു. ഇത്രയും പ്രായം കുറഞ്ഞ കുഞ്ഞമ്മയോ? ശിവ അവളെ കളിയാക്കിക്കൊണ്ട് അടുക്കളയിലെ ലൈറ്റ് ഓൺ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറിയതും യാമി പുതപ്പ് പുതച്ച് കിടന്ന് കഴിഞ്ഞിരുന്നു. ശിവ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് മൂടി പൊടിതച്ച് കിടക്കുന്നവളെ നോക്കി ഷർട്ടിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ഷർട്ട് അയച്ച് ബാത്റൂമിലേക്ക് കയറി. യാമി അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സമയം കളയാതെ ഉറങ്ങാമെന്ന ഉദ്ദേശത്തോടെ കണ്ണുകൾ അടച്ചു കിടന്നു. പെട്ടെന്നാണ് ശിവ ബെഡിലേക്ക് എറിഞ്ഞ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഉറങ്ങാൻ കഴിയാത്തൊരു അസ്വസ്ഥതയോടെ പുതപ്പ് മാറ്റി ഫോണിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ തെല്ലൊന്നും മെഴുകുകയും പിന്നീട് ആ കണ്ണിൽ പരിഭവം നിറയുകയും ചെയ്തു. ചിരിയോടെ നിൽക്കുന്ന പാറുവിൻ്റെ മുഖവും അവൾ വിളിക്കുന്ന ഈ സമയവും യാമയെ വല്ലാതെ ചൊടിപ്പിച്ചു. ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട ഒന്ന് എടുത്തു നോക്കിക്കൂടെടി മാമി. ബാത്റൂമിൽ നിന്നിറങ്ങിയ ശിവ റിങ് ചെയ്യുന്ന ഫോണിലേക്കും അത് നോക്കിക്കിടക്കുന്ന യാമിയെ നോക്കി ചോദിച്ചു. അർദ്ധരാത്രിയിൽ നിനക്ക് വരുന്ന കോൾ എടുക്കലല്ല എൻ്റെ ജോലി. യാമി അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുതപ്പെടുത്ത് തലവഴിയിട്ടു. കാൾ കട്ടായ ഫോണും മൂടി പുതച്ച് കിടക്കുന്നവളെയും ഒന്ന് നോക്കിക്കൊണ്ടവൻ കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്ന് മുഖവും താടിയുമൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നതും ഫോൺ വീണ്ടും റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. യാമിയുടെ കണ്ണും മുഖവും എല്ലാം കൂടെ വല്ലാത്തൊരു ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. പ്രകടിപ്പിക്കാതിരിക്കാൻ എത്രമേൽ ശ്രമിക്കുന്നുവോ അത്രത്തോളം തന്നെ തൻ്റെ പ്രണയത്തിന് അവൾ സ്വാർത്ഥതയായി. ആ കുന്തമെടുത്തൊന്ന് കളയവോ, മറ്റുള്ളവർക്കൊന്ന് ഉറങ്ങണം. വീണ്ടും ശബ്ദിക്കുന്ന ഫോൺ റിങ് കേൾക്കെ യാമി ഈർഷ്യതയോടെ പറഞ്ഞു. അരികെ കിടക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ കോളെടുത്ത് കാതോരം വെച്ചു. പറ പാറൂസേ. ശിവ സൗമ്യമായി പറഞ്ഞതും യാമിയുടെ ചുണ്ടുകൾ കൂർത്തു. എന്നിട്ട്? അവൻ സംസാരം തുടരുന്നു എന്ന് കാണാൻ യാമി വല്ലാതെ അസ്വസ്ഥതയായി. ഇത്രയും നേരം ഉറക്കം തൂങ്ങി നിന്നവൾ ഈ രാത്രി മുഴുവൻ കിടന്നാലും ഉറങ്ങാൻ കഴിയില്ലെന്നൊരവസ്ഥയിലായി. പാറു എന്തിനായിരിക്കും വിളിച്ചത്? അതും ഈ നേരത്ത്? അറിയാൻ വല്ലാത്തൊരാകാംക്ഷ. തലവഴി പുതപ്പിട്ട് കിടന്നവൾ മെല്ലെ ആ പുതപ്പ് മാറ്റി അറുക്കി കിടക്കുന്നവൻ്റെ സംസാരം കാതോർത്തു. ഇന്നോ? ചോദിക്കുന്നതിനൊപ്പം ശിവ യാമിയൊന്ന് മുഖം ചെരിച്ചു നോക്കി. പുതപ്പ് മാറ്റി തൻ്റെ സംസാരം കേൾക്കാൻ കാതോർക്കുന്നവളെ കാണെ അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി മിന്നുമാഞ്ഞു. എന്നിട്ട് യാമി കിടക്കുന്ന ഭാഗത്തേക്ക് പിടിച്ചിരുന്ന ഫോൺ സ്വാഭാവിക ഭാവത്തോടെ അവൻ മറുഭാഗത്തേക്ക് മാറ്റി പിടിച്ചു. ഒരു മൂളൽ പോലെ കേട്ടിരുന്ന പാറുവിൻ്റെ ശബ്ദം യാമിക്കിപ്പോൾ ഒട്ടും കേൾക്കാതെയായി. തിരിഞ്ഞു നോക്കാതെ അല്പം കൂടെ തല അവൻ്റെ അടുത്തേക്ക് ചെരിച്ചതും ശിവ ഒരു കയ്യാൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തും പോലെ കിടത്തി. യാമി വല്ലാത്തൊരു ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ നിന്നും കുതറി. ആണോ? ശരി, ഞാൻ നോക്കട്ടെ. നമുക്ക് ശരിയാക്കാം. അതൊന്നും ആലോചിച്ചു പാറൂസ് ഇപ്പോൾ വിഷമിക്കേണ്ട. നെഞ്ചോരം കിടന്നു കുതറുന്നവളെ കാര്യമാക്കാതെ അത്രയും സ്നേഹത്തോടെ അവൻ പാറുവിനോട് സംസാരിക്കെ യാമിയുടെ ദേഷ്യവും കുതറലും കൂടി. ശിവ. യാമി ശബ്ദം കുറച്ചൊരു രഹസ്യം പോലെ വിളിച്ചുകൊണ്ട് അതിൽ നിന്നും നീങ്ങിക്കിടക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. പിന്നെയും അല്പനേരം കൂടെ സംസാരിച്ച ശേഷം പാറു കോൾ കട്ട് ചെയ്തെങ്കിലും ശിവ ആ ഫോൺ കട്ടാവാത്തപ്പോൾ കാതോരം തന്നെ വെച്ചു. എൻ്റെ പാറു, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 6 മാസത്തെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. സച്ചു പറഞ്ഞത് കേട്ടില്ല നീ? ഒന്ന് ആലോചിച്ച് വെറുതെ വിഷമിക്കാതെ എൻ്റെ മോള് കിടന്നുറങ്ങാൻ നോക്ക്. ഞാനല്ലേ പറയുന്നത്. പാറുവിനോട് എന്നപ്പോൾ ശിവ പറഞ്ഞതും അത്രയും നേരം കുതറി മാറാൻ ശ്രമിച്ചവൾ അവൻ്റെ വാക്കുകളിൽ ചലനമറ്റ പോലെ നിന്നുപോയി. വല്ലാത്തൊരു പിടപ്പോടെ അതിലേറെ നെഞ്ചിൽ വിങ്ങി നിന്നൊരു നൊമ്പരത്തോടെ അവൾ തന്നെ നെഞ്ചോരം മടക്കി പിടിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനിൽ താൻ കാണിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും നിലച്ചു പോകുന്ന വാക്കുകൾ. താനൊഴിഞ്ഞു പോകുന്നതോടെ തനിക്ക് പകരമാകാൻ മറ്റൊരുവൾ തയ്യാറെടുക്കുകയാണ്. യാമി വേദനയോടെ ഓർത്തു.
ശരി ശരി കിടന്നോ, ഞാൻ നാളെ വിളിക്കാം. അവൻ ആ കോൾ അവസാനിപ്പിക്കും പോലെ പറഞ്ഞുകൊണ്ട് ഫോൺ സൈഡ് ടേബിളിലേക്ക് വെച്ചു. അർദ്ധരാത്രിയിൽ എനിക്ക് വരുന്ന കോൾ നോക്കലല്ല നിൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഞങ്ങളുടെ സംസാരം കേൾക്കാൻ ഇങ്ങോട്ട് ഒട്ടി ഒട്ടി വന്നത്? ബലമായി നെഞ്ചോരം പിടിച്ചു വെച്ചവളെ ഒരല്പം മാത്രമൊന്ന് ഇറക്കെ പിടിക്കും പോലെ പിടിച്ചുകൊണ്ടവൻ ചോദിച്ച് കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും ആ പെണ്ണിൻ്റെ നിറഞ്ഞ കണ്ണുകളാണ് അവൻ കണ്ടത്. ഞാനൊന്നും വന്നില്ല, അല്ലെങ്കിലും നീ ആരോട് സംസാരിച്ചാലും എനിക്കെന്താ? യാമി വല്ലാതെ പാടുപെട്ടുകൊണ്ട് അവന് മുന്നിൽ എപ്പോഴത്തെയും പോലെ പെരുമാറാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനിൽ നിന്നും അവൾ അകന്നു മാറി. എന്തോ തീരെ പ്രതീക്ഷിക്കാതെ കണ്ട ആ നിറഞ്ഞ മിഴിയിൽ അവൻ്റെ കൈകൾ അവളിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. അപ്പോൾ നീ അത് കേൾക്കാനല്ലേ ഇങ്ങോട്ട് നീങ്ങി വന്നത്? ശിവ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ എനിക്കതല്ല ഇപ്പോൾ പണി. നിനക്കാരെ വിളിക്കുന്നേ, അവരെന്താ പറയുന്നതെന്നൊക്കെ നോക്കല്. നീ നോക്ക്, നീ ആരെ വേണമെങ്കിലും വിളിക്കുക, സംസാരിക്കുക, എന്താണെന്ന് വെച്ചായിക്കോ. എനിക്കൊരു കുന്തവും ഇല്ല അതിന്, മനസ്സിലായോ? യാമ അവനെ നോക്കി ചൂടിയോടെ പറഞ്ഞു. ഇനിയിപ്പോൾ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വിളിക്കും, സംസാരിക്കും. അമ്മായിപ്പം പിടിച്ചു വാങ്ങി തന്ന 6 മാസത്തെ ഭാര്യ പദവിയും കൊണ്ട് അതൊന്നും നോക്കാൻ നീ വരണ്ട. ശിവ അവളെ നോക്കാതെ ഒരു പരിഹാസം കലർന്നൊരു ഭാവത്തിൽ യാമയുടെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. 6 അല്ല 5, ഇനി 5 മാസം, അത്രയേ ഉള്ളൂ. കണ്ണുനീർ ഒഴിഞ്ഞുകൂടിയ അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണിലേക്ക് അത്രമേൽ തീക്ഷ്ണമായി ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണുകളൊന്ന് പതറിപ്പോയി. എന്ത്? അവനത് ശരിക്ക് കേട്ടില്ലെന്ന പോലെ ഒന്നുകൂടെ ചോദിച്ചു, അതും അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. ഡിവോഴ്സ് കിട്ടാൻ ഇനിയും 6 മാസമൊന്നുമില്ല, 5 മാസം, അതുകൂടെ കഴിഞ്ഞാൽ മതി. യാമി ഉറച്ച സ്വരത്തിൽ പറഞ്ഞതും അവളുടെ കവളിൽ പിടിച്ചിരുന്ന ശിവയുടെ കൈകൾ പതിയെ അയഞ്ഞുപോയി. ഓ, കണക്ക് വയ്ക്കുന്നുണ്ടല്ലോ, സന്തോഷം. അവൻ വല്ലാത്തൊരു ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു നീങ്ങിക്കിടന്നു. പിന്നീടൊരു സംസാരമില്ലാതെ ആ രാത്രി അങ്ങേയറ്റം ദേഷ്യത്തോടെയാണ് ഇരുവരും ഉറങ്ങിയത്. രാവിലെ ഉണരുമ്പോഴും ഇന്നലത്തെ ആ ദേഷ്യം യാമയെ മൂകമാക്കി. അരികെ കിടക്കുന്നവനെ ഒരാരും പരിഭവത്തോടെ നോക്കിക്കൊണ്ടവൾ കുളി കഴിഞ്ഞ് താഴേക്ക് പോയത്. എല്ലാവരും ഉണർന്നിട്ടുണ്ട്. സുമതി ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ സരസ്വതി അമ്മ രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടതും യാമിയും വേഗം കൂടി. ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കലും അത് പരത്തി ചുട്ടെടുക്കലും എല്ലാം അവൾ വേഗം ചെയ്തപ്പോൾ അതിലേക്ക് വേണ്ട കറിയും ഇത്തിരി പുട്ടും സരസ്വതി അമ്മ ഉണ്ടാക്കിയെടുത്തു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ രാത്രി വൈകിയുള്ള വരവ് മാറ്റി ആ ചെറുക്കനോട് ഇത്തിരി നേരത്തെ വരാൻ പറ പെണ്ണെ. ഉറക്കൊഴിക്കാൻ വയ്യെന്ന് പറ. ഇത്തിരി മയത്തി പറഞ്ഞാൽ മതി, എങ്ങാനും മനസ്സിലാക്കാൻ തോന്നിയാലോ. ഒത്തിരി സംസാരമൊന്നുമില്ലാതെ ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന യാമിയെ നോക്കി സരസ്വതിയമ്മ പറഞ്ഞു. യാമി അതിന് മെല്ലെയൊന്നും മൂളിയതല്ലാതൊന്നും പറഞ്ഞില്ല. എന്തായി ഇന്നലെ മുതലാളി പറഞ്ഞ കാര്യം? പോകുന്നുണ്ട് അവരുടെ കൂടെ? അതാ പഠിക്കാൻ പോകുന്നു? സരസ്വതിയമ്മ പിന്നെയും ചോദിച്ചു. രണ്ടും ചെയ്യണം, യാമി മെല്ലെ പറഞ്ഞു. രുദ്രൻ കുഞ്ഞ് സമ്മതിച്ചു അതിന്? അവർ സംശയത്തോടെ തിരക്കി. ഞാനൊന്നും ചോദിച്ചില്ല. സരസ്വതിയമ്മയിൽ നിന്നും പെട്ടെന്ന് മുഖം തിരിച്ചുകൊണ്ടവൾ പറഞ്ഞു. അതെന്താ, ഒന്ന് ചോദിച്ചൂടായിരുന്നു പെണ്ണെ? അതല്ലേ നല്ലത്. ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയതാണോ? ആണെങ്കിൽ ഇതേ ഈ കാപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ തഞ്ചത്തിൽ നിന്നങ്ങ് ചോദിക്ക്. ചെല്ല്, ഭാഗ്യിക്കണ്ട. ആ കുഴഞ്ഞാടി പെണ്ണ് വന്നാൽ പിന്നെ അവൻ ഒന്നിനും നേരം കാണില്ല. ചെല്ല്. ശിവയ്ക്കുള്ള ചായ കപ്പിൽ പകർന്ന് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞതും യാമി പോകാതെ അവിടെ തന്നെ നിന്നു. എന്തോ അവൻ്റെ മുന്നിൽ പോകാതെ ദിവസങ്ങളോളം, അല്ല വർഷങ്ങളോടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കാൻ തോന്നി. പക്ഷെ അങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോഴും അവനെ തൻ്റെ കണ്ണിന് കാണാനും കഴിയണം. ചെല്ല് പെണ്ണെ. മുഖം വീർപ്പിച്ചൊരു പിണക്കത്തോടെ നിൽക്കുന്നവളെ കാണെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും സരസ്വതിയമ്മ ഒരു ചിരിയോടെ അവളെ റൂമിലേക്ക് അയച്ചു. രാത്രിയിലെ തല്ലിൻ്റെ ബാക്കി ഇപ്പോൾ തുടങ്ങും എന്നൊരു ഉറപ്പിലാണ് യാമി റൂമിലേക്ക് കയറിയത്. കയറിയതേ കണ്ടു ഓഫീസിലേക്ക് പോകാനായി റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി സെറ്റ് ചെയ്യുന്നവനെ. ഒരു നേവി ബ്ലൂ കളർ പാൻറ്റും വൈറ്റ് ബനിയനുമാണ് ഇപ്പോൾ അവൻ്റെ വേഷം. പോകാറാവുമ്പോൾ ബനിയന് മുകളിൽ ഒരു ബ്ലേസർ കൂടെ ഉണ്ടാവും. യാമി അവനെ നോക്കി ചായക്കപ്പും പിടിച്ച സൈഡ് ടേബിൾ ചാഞ്ഞു നിന്നു. ഇന്നലെ താൻ വന്നപ്പോൾ സാരിയും ഉടുത്ത് ചായയുമായി നിന്ന് അതേ നീപ്പ് നിൽക്കുന്നവളെ ശിവ കണ്ണാടിയിലൂടെ നോക്ക്. എന്താണ് മാമിയുടെ മോന്തയ്ക്കൊരു വാട്ടം? അവനെ കണ്ണാടിയിലൂടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവയുടെ ചോദ്യം കേട്ടതും യാമി അവനെ മിഴികൾ മാത്രം ഉയർത്തി ഒന്ന് നോക്കി, എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. മാമി ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നോ? ശിവ അവളെ നോക്കാതെ തന്നെ ചോദിച്ചു. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ നിന്ന വേഷം കണ്ടിട്ട് കഥകളിക്ക് പോയ പോലെയാണോ നിനക്ക് തോന്നിയേ? ഇന്നലെ തന്നെ ഒന്നും നോക്കാത്തതിലുള്ള ദേഷ്യത്തോടെ കൂർത്തൊരു നോട്ടത്തോടെ അവൾ ചോദിച്ചതും ശിവ കണ്ണാടിക്ക് മുന്നിൽ നിന്നും അവൾക്ക് നേരെ തിരിഞ്ഞു. ഏയ്, അങ്ങനെ കരുതുമോ ഞാൻ? കഥകളിക്കുള്ള വേഷം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നീ ഇന്നലെ ഓട്ടം തുള്ളനുള്ള വേഷത്തിലായിരുന്നല്ലോ,
അതോ ചാക്യാർ കൂത്തോ? ശിവ ഒരാലോചനയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. തന്നെ കളിയാക്കിയുള്ള അവൻ്റെ സംസാരം യാമിയുടെ ദേഷ്യം കൂട്ടി. ഇതെനിക്കല്ലല്ലോ. യാമി നിൽക്കുന്നതിന് തൊട്ടു മുന്നിൽ വന്ന് നിന്ന് കോഫി കപ്പ് പിടിച്ച് അവളുടെ ഭംഗിയുള്ള കൈവിരലിൽ മെല്ലെ തൊട്ടുകൊണ്ടവൻ ചോദിച്ചു. അല്ല. യാമി പെട്ടെന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ആ കോഫി കപ്പ് ചുണ്ടോട് ചേർത്ത് അതിൽ നിന്നും അല്പം കുടിച്ചു. ശിവ അവളെ നോക്കി തൊട്ടു മുന്നിൽ തന്നെ നിന്നു. കോഫി കപ്പ് അവൾ അവളുടെ ചുണ്ടിനിൽ നിന്നും മാറ്റിയ താമസം അവൻ ആ കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു. യാമി ഒരു പതർച്ചയോടെ അവനെ മുഖം ഉയർത്തി നോക്കിപ്പോയി. ഇന്നലെ അമ്പലത്തിൽ വെച്ച് പാറുവിനെ കണ്ടിട്ടെന്താ മാമിയൊന്നും മിണ്ടാതെ പോകുന്നത്? തന്നെ ഒരു പിടപ്പോടെ നോക്കുന്നവളെ കണ്ണിൽ നോക്കി ആ കോഫി കപ്പ് ചുണ്ടോട് ചേർത്ത് കുടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവനെ തന്നെ നോക്കി നിന്നവൾ അവൻ്റെ ചോദ്യം കേൾക്കെ മുഖം വെട്ടി തിരിച്ചു. ഓ, അപ്പോഴേക്കും പരാതി ഇങ്ങ് എത്തി. യാമി ഒരു പുച്ഛ മനോഭാവത്തോടെ ചോദിച്ചു. ആ, അത് പിന്നെ എത്താതിരിക്കോ മാമി? ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയല്ലേ? നിനക്കറിയില്ല അത്? പറ മാമി, എന്താ പാറുവിനോട് മിണ്ടാനെ? തൊട്ടടുത്ത് നിൽക്കുന്നവളുടെ അരികിലേക്ക് അല്പം ചേർന്ന് നിന്നുകൊണ്ടവൻ അവളുടെ മുഖത്തു പ്രകടമാക്കുന്ന ഇഷ്ടക്കേടിലും കുശുമ്പിലും ഉറ്റു നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. എനിക്ക് അവളോട് മിണ്ടാൻ മനസ്സില്ല. എന്തേ? പേര് ശിവയും പരമശിവൻ്റെ സ്വഭാവം. പിന്നാലെ വരുന്ന കുറേ എണ്ണത്തിനെ കണ്ടാൽ തോന്നും ഈ നിൽക്കുന്നത് സാക്ഷാത് ശ്രീകൃഷ്ണനാണെന്ന്. ആദ്യത്തേത് അവൻ കേൾക്കും വിധം ഉച്ചത്തിലും പിന്നെയുള്ളത് ശബ്ദം കുറച്ചും പെറുംപെറുത്തു പറഞ്ഞവൾ. എന്താടി മാമി പെറുപെറുക്കുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മിനിമം അതെൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കണം. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല. പറയാനുണ്ടെങ്കിൽ അത് ആരുടെ മുഖത്ത് നോക്കിയാലും ഞാൻ പറയും, പ്രത്യേകിച്ച് നിന്നോടുള്ളതാവുമ്പോൾ. അവൻ്റെ നീക്കത്തിൽ പിന്നിലേക്കൊന്ന് വളഞ്ഞു പോയ യാമി ചൂടിയോടെ തന്നെ അവനെ നോക്കി പറഞ്ഞു. ആ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറയണം. അവൾ ചൂടിയോടെ പറഞ്ഞു നിർത്തിയ ആ നിമിഷം തന്നെ അവളുടെ ഇടുപ്പിൽ പിടിച്ചുയർത്തിയെടുത്ത് സാരി ടേബിളിന് മുകളിലേക്ക് ഇരുത്തിക്കൊണ്ടവൻ അവളുടെ കാതോര മുഖം എത്തിച്ചൊരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. നനച്ചിരിക്കാതെ തന്നെ അവൻ എടുത്തുയർത്തിയതും യാമി പേടിയോടെ അവൻ്റെ ഇരു കൈകളും മുറുകെ പിടിച്ചുപോയി. ശിവ അവളുടെ കണ്ണിലേക്ക് തന്നെ അല്പനേരം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. എന്തോ അവൻ്റെ ആ നിൽപ്പ് യാമിയെ ശരിക്കും പരിഭ്രമത്തിലാഴ്ത്തി. ആ പരിഭ്രമം മറയ്ക്കാനെന്നോണം യാമി അവനെ നോക്കി എന്തെന്നപ്പോൾ തലയനക്കി. ഒട്ടും കുശുമ്പില്ല അല്ലേ? അവളെ നോക്കി ചിരിയോടെ അവൻ ചോദിച്ചതും യാമിയുടെ കണ്ണൊന്ന് സംശയത്തോടെ ചുരുങ്ങി. എനിക്കോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ശിവ അവളിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാതെ അതേ എന്ന് തലയനക്കി. എനിക്കെന്തിനാ നിന്നോട് കുശുമ്പ്? അല്ലെങ്കിൽ തന്നെ കുശുമ്പ് കുത്താൻ മാത്രം നിൻ്റെ കയ്യിലെന്തല്ലേ? ഈ കരിങ്കല്ല് പോലത്തെ നെഞ്ചോ? യാമി ചോടിയോടെ ചോദിച്ചു. ശിവ ചിരിയോടെ ഒന്ന് തലയാട്ടിക്കൊണ്ട് തിരികെ കബോർഡിന് മുന്നിലേക്ക് നടന്നു. നീ എന്നെ കളിയാക്കുക? അവൻ്റെ ആ ഭാവം തീരെ പിടിക്കാത്തതുപോലെ യാമി ടേബിളിൽ നിന്നിറങ്ങി അവന് പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു. ശിവ അതിന് മറുപടി പറയാതെ അവൻ്റെ ഷർട്ട് എടുത്തിട്ടു. ശിവ, യാമി അവനെ പിടിച്ചവൾക്ക് നേരെ തിരിച്ചു. എന്താടി, നീ എന്നെ കളിയാക്കുകയാണോ? യാമി ചൊടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ എനിക്കതാണല്ലോ ഇപ്പോൾ ജോലി. വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ പോയി വല്ലതും കഴിക്കടി മാങ്ങി. ഇപ്പോഴും 10ാം ക്ലാസ് പിള്ളേരെ പോലെ 40 കിലോ വെയിറ്റുമായി നിൽക്കുന്നു. ആദ്യത്തെ കാര്യം അവൾ കേൾക്കാൻ പാകത്തിലും രണ്ടാമത്തത് അവൾക്ക് വ്യക്തമാവാത്ത രീതിയിലും അവൻ പറഞ്ഞു. എന്ത്? യാമി അവനാ പറഞ്ഞതും വ്യക്തമാവാതെ അവനെ നോക്കി. ആ ഫോണിങ്ങെടുത്തേ, എനിക്കൊന്ന് പാറുവിനെ വിളിക്കണം. ടേബിളിൽ വെച്ച് അവൻ്റെ ഫോൺ കണ്ണ് കാണിച്ചു കൊണ്ടവൻ കാര്യഭാവത്തിൽ അവളോട് പറഞ്ഞു. എനിക്കൊന്നും വയ്യ, വേണേ പോയി എടുക്ക്. അത് കേട്ടതും യാമി കാലിയോടെ തിരിഞ്ഞു നടന്നു. എടുക്കടി മാമി, ശിവ ഒരു ചിരിയോടെ പറഞ്ഞു. പോടാ, വേണേ പോയി എടുക്ക്. കെട്ടിയൊരുങ്ങ് പോവുക, കണ്ടോളന്മാർക്ക് ചോര ചുറ്റാൻ. യാമി തിരിഞ്ഞു നോക്കാതെ പിറുപിറുത്തുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി. ഇന്നലത്തെ പോലെ തന്നെ ശിവ വൈകിട്ട് 7 മണിയോടെയാണ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയത്. അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് ലിയ അവളുടെ ഹോസ്റ്റലിലേക്ക് പോകാറ്. പുറത്തേയും ആരെയും കാണാത്തത് കൊണ്ടും ശിവ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കാത്തത് കൊണ്ടും ലിയ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. പകരം ഒരക്ഷരം മിണ്ടാതെ താൻ എന്നൊരാൾ കൂടെ ഉണ്ടെന്ന് പോലും ഭാവിക്കാതെ വീട്ടിലേക്ക് കയറി പോകുന്നതിനെ അവൾ തെല്ല് നിരാശയോടെ നോക്കി. എന്തോ കണ്ട നാൾ മുതൽ അവൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നതാണ്. ഇന്നീ ദിവസം വരെയും അതിൽ നിരാശ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിനക്ക് കോഫി എടുക്കട്ടെ ശിവ? പടികൾ കയറി റൂമിലേക്ക് പോകുന്ന ശിവയെ കണ്ടുകൊണ്ട് റൂമിൽ നിന്നും ഹാളിലേക്ക് വന്ന സുഭദ്രാമ്മ ചോദിച്ചു. വേണ്ട. ശിവ അമ്മയെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി. സുമതി, ശിവ വന്നിട്ടുണ്ട്. ഒരു കപ്പ് കോഫി എടുത്തിങ്ങ് കൊണ്ടുവച്ചേ. ശിവ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും സുഭദ്രാമ്മ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു. അത് കേൾക്കേണ്ട താമസം സുമതി അല്പം തിരക്കിയിട്ട് കൊണ്ട് അവനുള്ള കോഫി ഉണ്ടാക്കാൻ നിന്നു.
ഇന്നിനി ഈ വീട്ടിൽ എന്തൊക്കെ ബഹളം നടക്കുമെന്ന് ദൈവത്തിനറിയാം. തത്തയെ പറഞ്ഞ് പഠിപ്പിക്കും പോലെ പറഞ്ഞു കൊടുത്തതാ ഞാൻ. തല തെറിച്ചവനാണെങ്കിലും കഴുത്തിൽ താലി കെട്ടിയവനല്ലേ. വീട്ടുകാർ പറഞ്ഞിട്ടായാലും ജോലിക്ക് പഠിക്കാനൊക്കെ പോകുമ്പോൾ ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയാണോ? ശിവയ്ക്കുള്ള കോഫി എടുക്കുന്ന സുമതി ചേച്ചിയുടെ അടുത്ത് നിന്ന് സരസ്വതിയമ്മ ചെറിയൊരു ആദ്യയോടെ സ്വയം പറഞ്ഞു. പ്രശ്നമൊന്നും ഉണ്ടാവില്ല സരസ്വതിയമ്മേ. രുദ്രൻ കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛൻ്റെ അനിയൻ്റെ ഏട്ടൻ്റെ ഒക്കെ ഒപ്പമല്ലേ ജോലിക്ക് പോകുന്നത്. അതും ജോലിക്കെന്ന് പറയാനും കഴിയില്ല. കാര്യങ്ങളൊക്കെ അവരുടെ ഒപ്പം നിന്ന് നോക്കിയും കണ്ടും പഠിക്കാനല്ലേ. സരസ്വതിയമ്മയുടെ മുഖത്തെ ടെൻഷൻ കാണാൻ സുമതി ചേച്ചി ഒരു ചിരിയോടെ പറഞ്ഞു. രാവിലെ ശിവ ഓഫീസിൽ പോയതിൽ പിന്നെയാണ് യാമി അബിക്കൊപ്പം ഓഫീസിലേക്ക് പോയത്. അതേക്കുറിച്ചൊന്നും ശിവയ്ക്ക് അറിയില്ല. അറിഞ്ഞാലൊരു വഴക്കുണ്ടാവുമെന്ന ഉറപ്പിൽ നിൽക്കുകയാണ് സരസ്വതിയമ്മ. എൻ്റെ സുമതി, ഇതൊക്കെ നിനക്ക് ആ ചെക്കനെ കുറിച്ച് അറിയാഞ്ഞിട്ട് തോന്നുന്നതാ. വഴക്കുണ്ടാക്കാൻ ഒരവസരം കിട്ടാൻ നിൽക്കുക ചെക്കൻ, പ്രത്യേകിച്ച് ആ പെണ്ണിൻ്റെ കാര്യത്തിൽ. അവനവളെ കണ്ണിന് നേരെ കണ്ടുകൂടാന്നേ. എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാ. പക്ഷെ താലി കെട്ടിയവനല്ലേ. പെണ്ണിൻ്റെ ഉള്ളിൽ എവിടേക്കോ ചെക്കൻ കയറി പറ്റിയിട്ടുണ്ട്. എന്നാൽ തഞ്ചത്തിൽ നിന്നൊന്ന് മെരുക്കിയെടുക്കാൻ പറഞ്ഞ അതും വയ്യ അവൾക്ക്. ഇതിപ്പോൾ ഇതുങ്ങളെ രണ്ടിനെയും ആലോചിച്ച് ഞാനാ തീ തിന്നുന്നത്. നെഞ്ചിൽ കൈവച്ച് മേലേക്ക് നോക്കി ആരോടൊന്നും ഇല്ലാത്തൊരു ഭാവത്തിൽ സരസ്വതിയമ്മ പറഞ്ഞതും സുമതി അവരെ നോക്കി ചെറിയൊരു ചിരിയോടെ ശിവയ്ക്കുള്ള കോഫിയും പലഹാരവും എടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഏതോ ഒരു പുസ്തകവും വായിച്ചുകൊണ്ട് സുഭദ്രാമ്മ അവിടെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ വെക്കണോ സുഭദ്രാമ്മേ, അതോ റൂമിലേക്ക് കൊണ്ടു കൊടുക്കണോ? ഇവിടുന്ന് അവൻ കുടിക്കില്ല സുമതി, നീ റൂമിലേക്ക് കൊണ്ടു കൊടുത്തേക്ക്. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ മതി. സുഭദ്രാമ്മ അവരോടായി പറഞ്ഞതും അവരാ കോഫിയും പലഹാരവുമായി ശിവയുടെ റൂമിലേക്ക് നടന്നു. പിന്നെ മോളെ എവിടെയെങ്ങാൻ തിരിക്കുകയാണെങ്കിൽ. അല്ല, അവൻ ചോദിക്കില്ല. എന്നാലും ചോദിച്ചാൽ ഒന്നും പറയണ്ട, അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് രണ്ട് പടികൾ മുന്നോട്ട് നടന്ന സുമതിയെ നോക്കി സുഭദ്രാമ്മ പെട്ടെന്ന് പറഞ്ഞു. അവരനുസരണയോടെ മുന്നോട്ട് നടന്നു. അതെന്താ അമ്മേ, യാമി ഓഫീസിൽ പോയെന്ന് ശിവയോട് പറഞ്ഞ എത്ര ദിവസം അവനിൽ നിന്നും ഒളിപ്പിച്ചു വെക്കും ഇത്? റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന താനു സുമതി ചേച്ചിയോടുള്ള അമ്മയുടെ സംസാരം കേൾക്കി ഒരു ചൂടിയോടെ ചോദിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. ഒളിപ്പിച്ചു വെക്കാനൊന്നും അല്ല മോളെ, നമ്മൾ ആരെങ്കിലും പറഞ്ഞറിയാതെ യാമി തന്നെ അവനോട് പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടോ. സുഭദ്രാമ്മ അവളെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. അറിഞ്ഞാൽ ഇനി അവൻ യാമിയോട് ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞാലോ? താനൊരു ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി. അറിയില്ല, എന്താ പറയാന്ന്. അച്ഛൻ്റെ തീരുമാനം ആയതുകൊണ്ട് എന്തായാലും എതിർക്കും, അതുറപ്പാ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. മോള് അനിയെ വിളിച്ചോ? അവരിറങ്ങിയില്ലേ? എന്താ വൈകുന്നത്? അനിയേട്ടൻ അച്ഛൻ്റെ കൂടെ അമ്മേ വരുന്നുണ്ട്. യാമി അബിയുടെ കൂടെയാ. ചിലപ്പോൾ അജവും ഉണ്ടാവും. താൻ ഫോണിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. ഓഫീസിൽ നിന്ന് വന്നതും നേരെ കുളിക്കാൻ കയറിയ ശിവ കുളി കഴിഞ്ഞിറങ്ങി വേഷം മാറുമ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടത്. യാമയാണെങ്കിൽ ഇങ്ങനെയൊന്ന് തട്ടിയിട്ട് അകത്തേക്ക് വരാറാണ് പതിവ് എന്നുള്ളത് കൊണ്ട് തന്നെ ശിവ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ചീപ്പെടുത്ത് താടിയും മുടിയും ഒന്ന് ചീക്കി. അകത്തേക്ക് വരാതെ പിന്നെയും ഡോറിൽ തട്ടുന്നത് കേൾക്കെ വിളിക്കുന്നത് യാമയല്ലെന്ന് അവന് മനസ്സിലായി. അവൻ ചെന്ന് ഡോർ തുറന്നു കൊടുത്തതും കോഫിയുമായി മുന്നിൽ നിൽക്കുന്ന സുമതി ചേച്ചിയെ കാണെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അമ്മ പറഞ്ഞതാ. അവൻ്റെ നെറ്റി ചുളിച്ചുള്ള നോട്ടം കാണെ അവർ പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ശിവ അവരെ കടന്ന് സ്റ്റെയർ കേസിനരികിലേക്ക് തന്ന് താഴെ ഹാളിലിരിക്കുന്ന അമ്മയൊന്ന് എത്തി നോക്കി. അമ്മ, എനിക്ക് കോഫി വേണ്ടെന്ന് പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ശിവ താഴേക്ക് നോക്കി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ശബ്ദം ഉയർന്നു കാണെ സുമതി ചേച്ചി ചെറുതായൊന്ന് വിരണ്ടുപോയി. വാശി കാണിക്കാതെ അത് കുടിക്ക് ശിവ, ഓഫീസിൽ നിന്ന് വന്നതല്ലേ. തലവേദനയോ ക്ഷീണമോ ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. സുഭദ്രാമ്മ ഒരു നിർബന്ധം പോലെ പറഞ്ഞു. എനിക്ക് വേണ്ട. ശിവ അത് തന്നെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി. സുമതി, നീ അതവിടെ റൂമിൽ വെച്ചിട്ടിങ്ങ് പോരെ. സുഭദ്രാമ്മ സുമതി ചേച്ചിയോടായി വിളിച്ചു പറഞ്ഞതും അവരൊരു പേടിയോടെ ശിവയെ നോക്കി. അവൻ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്ന തിരക്കിലാണ്. അവരെ ഒന്നും നോക്കുന്നു പോലുമില്ല. എന്തോ അവനോട് ശരിക്കും ഒരു ഭയം ഉള്ളിൽ കൂടി കൊണ്ടിരിക്കെ അവനെങ്ങാനും തന്നെ വഴക്ക് പറയുമോ എന്ന് ഉറ്റി നോക്കിക്കൊണ്ട് സുമതി ചേച്ചി മെല്ലെ റൂമിലേക്ക് കയറി കോഫിയും പലഹാരവും അവിടെ സൈഡ് ടേബിളിൽ വെച്ചുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ പിടച്ചിലോടെ താഴേക്ക് നടന്നു. സുമതി ചേച്ചിയുടെ ആ വിറച്ചുകൊണ്ടുള്ള വരവും വെപ്രാളത്തിലുള്ള ഓട്ടവും ഇടങ്ങണ്ണാൽ അവൻ ശരിക്കും കണ്ടിരുന്നു. ഫോൺ ചാർജിലിട്ട് അവർ കൊണ്ടുവച്ച കോഫി എടുക്കാനായി വരാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. സച്ചു ആണ് വിളിക്കുന്നത് എന്ന് കണ്ടതും ശിവ ഫോണെടുത്ത് കാതാരം വെച്ചു. നീ ഇറങ്ങിയോ? ഇടുപ്പിൽ കൈയും വെച്ച് തന്നെ നോക്കി കണ്ണുരുട്ടുന്ന കുഞ്ഞോളെ നോക്കി അവളുടെ ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് സച്ചു ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വരാം. ശിവ ഫോണുമായി കോഫിക്ക് അരികിലേക്ക് നടന്നു.
അല്ല, ഇപ്പോൾ വരണ്ട. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. പിന്നെ ആ കൊണ്ടുവച്ചത് മുഴുവൻ തിന്ന് തീർക്കല്ലേ. എനിക്കൂടെ വയ്ക്കുക, ഞാനിപ്പോൾ വരാം. കുഞ്ഞോളെ നോക്കി കള്ളച്ചിരിയോടെ കിടന്നുകൊണ്ടവൻ പറഞ്ഞതും കുഞ്ഞോൾ അവനെ നോക്കി സ്വല്പം ദേഷ്യഭാവത്തിൽ സോഫയിലേക്ക് ഇരുന്നു. ഡാ തെണ്ടി, നീ എൻ്റെ പെങ്ങൾക്ക് ഒക്കത്തൊന്നിനെ എടുക്കാൻ കൊടുത്തിട്ട് കെട്ടിക്കൊണ്ടുപോകാനാണോ പ്ലാൻ? ശിവ കലയോടെ കുഞ്ഞോളുടെ റൂമിൻ്റെ അടഞ്ഞ ഡോർ നോക്കിക്കൊണ്ട് ചേറി. ഒക്കത്തെടുക്കാൻ ഒന്നും രണ്ടും അല്ല, ചുരുങ്ങിയത് ഒരു 5 എങ്കിലും ഞാൻ കൊടുക്കും. പക്ഷെ കെട്ടിന് മുന്നേ അല്ല, കെട്ടി എൻ്റെ വീട്ടിൽ കയറ്റിയിട്ട്. സച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞോളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവളിൽ നുള്ളി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം കുഞ്ഞോൾ അവൻ്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ എന്തിനാടാ മാറി ഈ നേരത്തെ അവളുടെ റൂമിലേക്ക് വലിഞ്ഞു കയറിയത്? ശിവ ചോദ്യോടെ ചോദിച്ചു. അതിന് കാരണക്കാരൻ നിൻ്റെ അച്ഛനാണ്. കെട്ടിച്ചു തരില്ലെന്ന് പറഞ്ഞ സമയത്ത് പോലും ഒരു ദിവസം മുടങ്ങാതെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പെണ്ണിനെ കെട്ടിച്ചു തരാ പറഞ്ഞത് പിന്നെ അങ്ങേരെ വീടിന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അറിയോ നിനക്ക്? പറയുമ്പോൾ സച്ചുവിൻ്റെ കൈ തനിക്ക് മുന്നിലിരിക്കുന്നവളുടെ മുഖത്തൂടെ മേലെ കഴുത്തിലേക്ക് അറിച്ചിറങ്ങി നീങ്ങി. കുഞ്ഞോള കൈകൾ ബലമായി പിടിച്ചു വെച്ചു. അത് നിൻ്റെ അമ്മായിയപ്പനും മരുമോനെക്കുറിച്ച് നല്ല മതിപ്പായത് കൊണ്ടാ. അല്ല പിന്നെ ദേ നോക്ക്, 10 മിനിറ്റ് അത്രയും ഞാൻ നൽകൂ. അതിനുള്ളിൽ ഇറങ്ങിയില്ലേ പിന്നെ ഇന്ന് ഞാൻ പുറത്തേക്കില്ല, പറഞ്ഞേക്കാം. സുമതി ചേച്ചി കൊണ്ടുവച്ച പലഹാരത്തിൽ നിന്നും ഒരു കട്ട്ലറ്റ് എടുത്തു കടിച്ചുകൊണ്ടവൻ പറഞ്ഞു. 10 അല്ല 15 പ്ലീസ്. കുഞ്ഞോളുടെ തൊട്ടു മുന്നിൽ പോയിരുന്നു കൊണ്ട് കൊത്തി പറിക്കും പോലെ നോട്ടം എയ്തുകൊണ്ടവൻ പറഞ്ഞതും കുഞ്ഞോളൊരു പിടച്ചിലോടെ അവന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുനിഞ്ഞു. ശിവ മറുപടിയൊന്നും പറയാതെ ആ കോൾ കട്ട് ചെയ്തു എന്നറിയെ സച്ചു ഒരൊറ്റ വരിയിൽ കുഞ്ഞോളെ അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. സച്ചുച്ച കൊഞ്ചല്ലേ? അന്വി അവനെ നോക്കി ഒരു കണ്ണുരുട്ടലോടെ പറഞ്ഞു. പിന്നെ കൊഞ്ചാതെ പറ, എന്താ പ്രശ്നം? സച്ചു അവളെ എടുത്തുയർത്തി അവളുമായി സോഫയിലേക്ക് തന്നെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ അന്വി അവൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. എന്ത് പ്രശ്നം? ഒന്നുമില്ല, അന്വി ഒരു പിണക്കത്തോടെ പറഞ്ഞു. അത് വെറുതെ പറ. യാമിക്ക് പാറുവിനോട് എന്തിനാ ദേഷ്യം? സച്ചു അവളുടെ അരക്കെട്ടിലൂടെ പുണർന്നുകൊണ്ടൊരു ചിരിയോടെ ചോദിച്ചു. അതെന്നോടാണോ ചോദിക്കുന്നത്? സച്ചുച്ചൻ പറ. അന്നേട്ടൻ്റെ കൂടെ തയ്ക്കാനുള്ള ഡ്രസ്സുമായി അങ്ങോട്ട് വരുന്നവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് വന്നപ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ പാറു അവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനും കരുതി അതായിരിക്കും വേഗം തിരിച്ചു പോകുന്നതെന്ന്. സത്യം പറ, അന്ന് എന്താ നടന്നേ? ഒരു പക്ഷേ ആ വീട്ടിൽ ഇത്രയും ചൊടിയോടെ സംസാരിക്കുന്ന ഒരു കുഞ്ഞോളെ അവർക്കാർക്കും അറിയില്ലെന്ന് വേണം പറയാൻ. എപ്പോഴും അച്ഛനും ആങ്ങളമാർക്കും നടുവിൽ ഒരു പതുങ്ങലോടെ സംസാരിക്കുന്നവൾ അത്രയും ചൊടിയോടെയാണ് സച്ചുനെ നോക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. പ്രശ്നം എനിക്കറിയാം, പക്ഷേ പറഞ്ഞു തരണേ, ഒരു കണ്ടീഷനുണ്ട്. സച്ചു ഒരു കള്ളനോട്ടത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു കണ്ടീഷനുമില്ല, പറ സച്ചുച്ച. അവനാ പറഞ്ഞതിലെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അൻവി അവൻ്റെ മടിയിൽ നിന്നും ഒരു ധൃതിയിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അങ്ങനെ പറയാതെടി പ്ലീസ്, ഒറ്റൊന്ന് അത് മതി. സച്ചുച്ചൻ്റെ പൊന്നല്ലേ, പ്ലീസ്. സച്ചു അവളുടെ അതേ പിടച്ചിലോടെ തന്നെ അവൾക്ക് പിന്നാലെ എഴുന്നേറ്റു. ഇല്ല, പറ്റില്ല. ഒരു കൊഞ്ചലോടെ പിന്നാലെ വരുന്നവനെ മുഖം തിരിച്ചു നോക്കാതെ തന്നെ അവൾ എതിർത്തു. നീ എന്നെ നോക്ക്, എന്നിട്ട് പറ. ഒറ്റ തവണ അത് മതി, പിന്നെ ചോദിക്കില്ല. സച്ചു അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് കണ്ണും ചുണ്ടും ഒക്കെ ചുളുക്കി കീഞ്ചി. ഇല്ല, സച്ചുച്ചനല്ലേ ചോദിക്കാത്തത്. അന്വി കണ്ണു ചുരുക്കി പറഞ്ഞു വന്നതും സച്ചു അവളുടെ മുഖം തന്നിലേക്ക് ചേർത്ത് ആദരങ്ങൾ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. വർഷങ്ങൾക്കിപ്പുറം തൻ്റെ ആദരങ്ങൾ അവൻ കവർന്നെടുത്ത നിമിഷം. ആദ്യമൊന്ന് മെഴിഞ്ഞു പോയ അന്വിയുടെ മെഴികൾ മെല്ലെ ഒരു നീർത്തിളക്കം വന്നുപോയി. വല്ലാത്തൊരാവേശത്തോടെയാണ് സച്ചു ആദരങ്ങൾ രുചിച്ചറിഞ്ഞത്. അതും അവൾ പിഴഞ്ഞു മാറാതിരിക്കാൻ അവൾ അത്രയും ശക്തമായി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്. ഒരു നിമിഷത്തെ പോലും വെറുതെ കളയാതെ അവളുടെ അതരങ്ങൾ മാറി മാറി നുണഞ്ഞെടുത്തുകൊണ്ടവൻ്റെ തോളിൽ അവളുടെ കൈകൾ മുറുകിയതും അവളെ ബലമായി പിടിച്ചു വെച്ച എൻ്റെ കൈകൾ മെല്ലെ അയഞ്ഞു. ഒപ്പം താൻ ചേർത്ത് പിടിക്കാതെ തന്നെ തന്നിലേക്ക് ഒട്ടി വരുന്നവളുടെ കെട്ടിവെച്ച മുടികൾക്കുള്ളിലൂടെ കഴുത്തിടുക്കിലൂടെ ഇടുപ്പിലൂടെ അവൻ്റെ കൈകൾ കൊതിയോടെ ഇഴഞ്ഞു തുടങ്ങിയിരുന്നു. എത്രയും നാളായി വറ്റി വരണ്ടു നിന്ന ഹൃദയങ്ങളിൽ മഴ പെയ്തു കുളിർന്നു പോയതുപോലെ അന്വി അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവനിലേക്ക് അല്പം ഉയർന്നതും സച്ചു ആദരങ്ങളെ വിട്ടുകൊടുക്കാതെ തന്നെ അവളെ മെല്ലെ ഉയർത്തി. പിടഞ്ഞു പോയൊരു ശ്വാസത്തോടെ അവൾ അവൻ്റെ കഴുത്തിടുക്കിലേക്ക് അവളുടെ മുഖം പോറ്റിപ്പോയി. സച്ചുവിൻ്റെ കൈകൾ അവളിൽ കൂടുതൽ ശക്തമായി മുറുകി. അവൾ വല്ലാതെ കിതക്കുന്നുണ്ട്. സച്ചുവിൻ്റെ മുഖം ഇനിയും മതിയാവാതെ പോലെ അവളുടെ കഴുത്തിലേക്ക് ഇഴഞ്ഞു തുടങ്ങിയതും പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. ഉഫ്, തെണ്ടി, ഒന്നിനും സമ്മതിക്കരുത്. മോഹങ്ങൾ പടർന്നു പന്തലിച്ചവൻ്റെ മനസ്സ് ഈ വിളിക്കുന്നത് ആരാണെന്ന് നോക്കാതെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഞൊടിഞ്ഞു.
അൻവി അപ്പോഴും ഒരു കൈ കൊണ്ട് അവൻ ഉയർത്തിയെടുത്ത് തന്നെയാണ് അവൻ നിൽക്കുന്നത്. എന്താടാ? സച്ചു വല്ലാത്തൊരു ദേഷ്യത്തോടെ ചീറി. 2 കട്ലറ്റ് കൂടെ ബാക്കിയുണ്ട്. നീ വരുന്നോ അതോ ഞാൻ കഴിക്കണോ? അവൻ്റെ ദേഷ്യത്തിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ മറുപുറത്തു നിന്നുള്ള ശിവയുടെ ചോദ്യം. ഇന്നിവിടെ ചായക്ക് കട്ലറ്റ് ഉണ്ടാക്കിയോ? സച്ചു ചോദ്യത്തോടെ അൻവിയെ നോക്കിയതും അൻവി അവൻ്റെ കഴുത്തിടുക്കിലൂടെ ചുറ്റിപ്പിടിച്ചതേ ഒന്ന് തലയനക്കി. എനിക്ക് വേണം, ഞാൻ വരാം, സച്ചു ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. കോഫി ഞാൻ കുടിച്ചു, ശിവ അലസമായി പറഞ്ഞു. അപ്പോൾ എനിക്കില്ലേ? അൻവിയെ മെല്ലെ താഴെ നിർത്തിക്കൊണ്ട് സച്ചു ചൊടിച്ചു. ഇല്ല, വേണമെന്ന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞോളോട് പറ 2 കോഫി എടുക്കാൻ. 2 എണ്ണോ? എനിക്കൊന്നു മതി. ആ, എനിക്കൊന്നുകൂടെ വേണം. നീ അവളെ പറഞ്ഞു വിട്ട് വേഗം കൊണ്ടുവരാൻ പറ. ശിവ ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. അൻവി സച്ചുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ പൊന്നു പോയി, സച്ചുച്ചനൊരു 2 കോഫി ഇട്ടിട്ട് വാ. വേഗം, ഇങ്ങോട്ടല്ല അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. താൻ നുണഞ്ഞെടുത്ത് അവളുടെ ചുണ്ടുകൾ നുള്ളിയെടുത്ത് കൊണ്ട് അവനൊരു കെഞ്ചലോടെ പറഞ്ഞതും അൻവിയുടെ കണ്ണുകൾ അവന് നേർക്ക് കൂർത്തു. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ സച്ചുച്ച. പാറുവിനോട് എന്തിനാ അമ്മയ്ക്ക് ദേഷ്യം? അവളെ കൊഞ്ചിച്ചുകൊണ്ട് ശിവയുടെ റൂമിലേക്ക് പോകാൻ തുനിഞ്ഞവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ടവൾ ചോദിച്ചു. അതത്ര വലിയ പ്രശ്നമൊന്നും അല്ലടി പൊന്നെ. സ്വന്തം ഭർത്താവിനെ പ്രേമിച്ചതിലുള്ള ദേഷ്യമാണ് ഈ ആമിക്ക്. നീ ചെന്ന് കോഫി എടുത്തിട്ട് വാ, ഇല്ലേ അവനത് മുഴുവൻ തിന്നു തീർക്കും. സച്ചു പോകാൻ തിരക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞതും അന്വി അവനെ വിടാതെ തന്നെ പിടിച്ചു വെച്ചു. ആരോട് പ്രേമം? അവളൊരു അമ്പരപ്പോടെ ചോദിച്ചു. നമ്മുടെ പാറുവിന് 2 ദിവസം മുമ്പ് വരെ നിന്റെ ചേട്ടനോട് മുടിഞ്ഞ പ്രേമമായിരുന്നു. ഇവൻ ചെന്ന് കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ അവൾക്ക് ബോധം വെച്ചിട്ടുണ്ട്. പക്ഷേ ബോധം വെച്ച കാര്യം യാമി അറിഞ്ഞു കാണില്ല. അതാ ദേഷ്യം. ബാക്കി കാര്യങ്ങൾ പുള്ളി തെറ്റാതെ സച്ചുച്ചൻ രാത്രി വിളിക്കുമ്പോൾ എൻ്റെ മോൾക്ക് പറഞ്ഞു തരാം. ഇപ്പം പോയി പെട്ടെന്ന് 2 കോഫി എടുത്തിട്ട് വാ. അൻവിയെ പൊക്കിയെടുത്ത് റൂമിന് പുറത്തേക്ക് നടന്നുകൊണ്ടവൻ പറഞ്ഞതും അൻവി അവൻ്റെ കയ്യിൽ നിന്നും തല്ലിയും കുതിരയും അവനിൽ നിന്നും പിടഞ്ഞു മാറി. ആരെങ്കിലും കണ്ടോ എന്നൊരു വെപ്രാളത്തോടെ ചുറ്റും നോക്കി. ആരും കണ്ടിട്ടില്ലടി. സച്ചു ഒരു ചിരിയോടെ അവളുടെ കവളിലൊന്ന് മുത്തിക്കൊണ്ട് നേരെ ശിവയുടെ റൂമിലേക്ക് നടന്നു. അൻവി ഒരു പരുങ്ങലോടെ ചുറ്റും നോക്കി മുഖവും ചുണ്ടുമൊക്കെ മെല്ലെ തുടച്ചുകൊണ്ട് താഴേക്ക് ചെന്നു. ഹാളിൽ തന്നെ അമ്മയും തനും ഇരിക്കുന്നത് കണ്ട് അവരെ നോക്കി പരുങ്ങിയൊരു ചിരിയോടെ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു.